السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله، ألا بذكر الله تطمئن القلوب. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: سبق المفردون. قالوا يا رسول الله وما المفردون؟ قال الذاكرون الله كثيرا والذاكرات. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദാറുത് തഖ്വ ഇസ്ലാമിക് അക്കാദമിയുടെ വിദ്യാർത്ഥികൾ ഈ വർഷം നടത്താനിരിക്കുന്ന ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനമാണ്. അതിൻ്റെ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു നല്ല തുടക്കമാക്കുകയും ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ അത് പൂർത്തീകരിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ, ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്ഥാപനത്തോടും സ്ഥാപനത്തിൻ്റെ സ്ഥാപകരും അതിൻ്റെ മുൻകാല നേതാക്കളുമായ മഹാന്മാരായ നമ്മുടെ ചെറുവാളൂർ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരോടുമൊക്കെ ഒരു കൂറു പുലർത്തുന്ന, അല്ലെങ്കിൽ നീതി പുലർത്തുന്ന വിധത്തിലുള്ള ഒരു തീമാണ് നിങ്ങൾ ഈ വിഷയത്തിന് തിരഞ്ഞെടുത്തത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതിൻ്റെ ആഴങ്ങൾ അറിയുക എന്നതാണ് ഏതെല്ലാം തലത്തിൽ ആ ഒരു ആയത്തിന്, അല്ലെങ്കിൽ ആയത്തിൻ്റെ തുണ്ടം, അതിനെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയും, എന്തെല്ലാം വിഷയങ്ങൾ ആ ഒരു ആയത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, അടിസ്ഥാനമാക്കിയും കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. പല രൂപത്തിൽ അതിൻ്റെ ചർച്ച കൊണ്ടുപോവാം. നമ്മുടെ ആത്മീയതയെ, നമ്മിലുള്ള ഈമാനികമായ ചൈതന്യത്തെ, അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന വിധത്തിൽ നിർബന്ധമായും ചർച്ച നാം കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം നമ്മുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും യഥാർത്ഥ ലക്ഷ്യം അതാണ്. ബാക്കിയുള്ളതെല്ലാം ഒന്നുകിൽ അതിലേക്കുള്ള വസായിലുകളോ അല്ലെങ്കിൽ അതിനുള്ള സഹായകമാവുന്ന കാര്യങ്ങളോ മാത്രമാണ്. നമ്മുടെ ഈമാനികമായ ചൈതന്യം വളരണം. ഈമാനിന് വിവിധങ്ങളായ മറാത്തിബുകളുണ്ട്, ഘട്ടങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്, അഹ്വാലുകളുണ്ട്. ഈ അഹ്വാലുകൾ നേടാൻ, ആ ഒരു അവസ്ഥകൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. മനുഷ്യന്റെ ഈമാനികമായ അവസ്ഥയെ, നഫ്സിനെ, നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുൽഹമ, നഫ്സുൽ മുത്മഇന്ന,
ഇങ്ങനെ തുടങ്ങി റാളിയ മർദിയ തുടങ്ങി പല രൂപത്തിൽ അതിനെ പല അവസ്ഥയിൽ മനുഷ്യ ശരീരം, മനുഷ്യന്റെ നഫ്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി അതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അത് ഓരോ അവസ്ഥയിലും വിവിധങ്ങളായ ഘട്ടങ്ങൾ അതിനുണ്ടായിരിക്കും. മുത്മഇന്ന എന്ന് പറഞ്ഞാൽ പോലും അത് ഒരിക്കലെത്തുകയില്ല. അതിനും വിവിധങ്ങളായ സ്റ്റേജുകൾ ഉണ്ടായിരിക്കും. അതിൽ ഉന്നതമായ പദവികൾ, ഉന്നതമായ അവസ്ഥകൾ നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. അതിനുള്ള വഴി അത് ദിക്റാണ് എന്നാണ് ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത്. ദിക്റ് കൊണ്ട് അതുകൊണ്ടാണ് ഇത്മീനാൻ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അതിനോടനുബന്ധമായി മറ്റ് പല വിഷയങ്ങളും നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരികയും വിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങൾ, അതിന്റെ പരപ്പ് അത് അതിവിശാലമാണ്. അതിൻ്റെ നഹ്വിയായ ചർച്ചകൾ, അതിലുള്ള ബലാഗത്ത്, അതിലുള്ള ഇൽമുൽ ബദീഇൽ പറയുന്ന അലങ്കാരങ്ങൾ, അലങ്കാരശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ ഇസ്തിഖാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ ആ ഘടന, അതിൻ്റെ ആ ഒരു ഘടനയിൽ നിന്ന് പ്രത്യേകമായി ബിദിക്രില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അലാ തത്മഇന്നു ബിദിക്രില്ലാഹി എന്ന് പറയാതെ ബിദിക്രില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥ, ഇതൊക്കെ മാത്രവുമല്ല ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ചേർത്തിയാണ് ചർച്ച ചെയ്യേണ്ടത്. അത് പരസ്പരം പൂരകങ്ങളാണ്. അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലദീന ആമനു എന്ന മാളിയായ ഫേലിന്റെ മേൽ വതത്മഇന്നു ഖുലൂബുഹും എന്ന മുസ്തഖബിലായ ഫേലിനെ അത്ഫ് ചെയ്തുകൊണ്ടാണ് അവിടെ പറഞ്ഞത്. എന്തായിരിക്കും അതിൻ്റെ സാധ്യതകൾ? അല്ലദീന ആമനു വത്മഅന്നത് ഖുലൂബുഹും എന്ന് പറയാതെ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും എന്ന് പറഞ്ഞു. എന്തായിരിക്കും അത്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് അവിടെ ഒരു അലയിട്ട് പറഞ്ഞു. എന്താണ് ഈ അല? ഇങ്ങനെ തുടങ്ങി കുറേ ചർച്ചകൾ. വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാനും നമുക്ക് നമ്മുടേതായ കഴിവുകളെ, നമ്മുടെ പ്രാപ്തികളെ, നമ്മുടെ സർഗശേഷികളെ പരിപോഷിപ്പിക്കുവാനും ഒരു പ്രത്യേകമായ മലക്ക, അത് മുമാറസത്ത് കൊണ്ടുണ്ടാകുന്നതാണ്. ഏതൊരു കഴിവും, ചിലപ്പോൾ പല കഴിവും നമ്മളിൽ ഉണ്ടാവും, പക്ഷെ മുമാറസത്ത്, അത് പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടാവുകയും അതിങ്ങനെ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു മലക്കയായി മാറുക. അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ മരവിച്ചു പോകും. ഇപ്പം എൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, കുറേ കാലം ഇങ്ങനെ അറബികളെ പള്ളിയിൽ ഇങ്ങനെ വാക്ക് കൊടുക്കുന്ന പണിയായപ്പോൾ ഉള്ള കഴിവുകളൊക്കെ ഇങ്ങനെ പോയി. ചെറുപ്പത്തിൽ ഞാൻ കവിത ഉണ്ടാക്കിയിരുന്നു. വളരെ ചെറുപ്പത്തിൽ അറബിയിൽ കവിത ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പലതും ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വികസിപ്പിക്കാനോ വർദ്ധിപ്പിക്കാനോ ഒന്നും അവസരമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണ്ട് പോയി. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഓതിയിരുന്ന സ്ഥലത്ത് ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. അവിടുത്തെ പള്ളി ഉദ്ഘാടനമാണ്. അപ്പോൾ ഒരു ദിവസം ശിഹാബ് തങ്ങൾ വരുന്നുണ്ട്. പിന്നെ 3-4 ദിവസം പണ്ഡിതന്മാർ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അന്ന് ഭിന്നിച്ചിട്ടൊന്നുമില്ല, അന്ന് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു കവിത ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങിയത്, ഒരു സ്വാഗതഗാനം ഉണ്ടാക്കി. അങ്ങനെ പിന്നെ എൻ്റെ മഹലിൽ, എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു 5ാമത്തെ വല്യപ്പൊരു മഹാൻ്റെ മക്കാമുണ്ട്. അവരെ സംബന്ധിച്ചൊരു കവിത ഉണ്ടാക്കി, ഒരു ബെയ്ത്ത് ഉണ്ടാക്കി. അങ്ങനെ കുറേയൊക്കെ ഉണ്ടാക്കി നോക്കി. പിന്നീട് വളരെ രസകരമായൊരു മനസ്സിന് വളരെ ഇന്നും ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ഞാൻ ഗൾഫിൽ പോയി 2 വർഷം കഴിഞ്ഞ് ഹജ്ജിന് പോയി. ഹജ്ജിന് പോയപ്പോൾ ഉപ്പാക്കൊരു കത്തെഴുതിയ, അയാ ആബവൈ ഹാദൽ ലഈഫി ഇലൈകുമാ സലാമുൻ ഹനാഉൻ മിൻ സുവൈദാഇ ഖൽബിയ കഈബുൻ അനാ വല്ലാഹി മാ സിൽതു ഹായിറ അതീഹു മതാഹാത്തിൽ ബലാ മുതഫാനിയ വകുന്തു അജൂബു الزاخിറാത്തി മുകാബിദാ ഉവാജിഹു ഫീഹാ الراسيات وكنت أجوب الزاخرات تواليا وكنت أجوب الزاخرات مكابدا أواجه فيها الراسيات تواليا وما غايتي إلا سعادة والدي وأمي ولكن ما اهتنأت بروميا. എന്നിങ്ങനെ തുടങ്ങി. അൽഹംദുലില്ലാ. ولو أن ربي لو حباني برحمتي فأوصلني البيت التي قام لبيا ويا فرحتي إذ جئت طيبة سيدي روضة سيدي
അഷുമ്മു മിനർ റൗദി ഷരീഫിൽ ഗവാലിയ എന്നൊക്കെ പറഞ്ഞ് ഒരു കത്തെഴുതി. ഞാനൊരു 5 പേജ് മലയാളത്തിൽ കത്തെഴുതിനേക്കാളും സ്വാധീനമാണ് അത് എൻ്റെ ഉപ്പായാലും ഉമ്മയിലൊക്കെ ഉണ്ടാക്കിയത്. അത്ര നല്ല ശക്തമായ രൂപത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അന്ന് ജോലിയും നല്ലൊരു അവസ്ഥയിൽ എത്തിയിട്ടില്ല, വളരെ പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് ആ കാലഘട്ടം. അപ്പം മതിയേക്ക് പോരണം, അവിടെ ഒന്നും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചൊരു സമയമാണ്. അങ്ങനെ ഹജ്ജിന് പോയി തിരിച്ചു വന്ന് അധികം താമസിക്കാതെ ജോലി ശരിയായി. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഔക്കാഫിലെ 2ാമത്തെ ആൾ, അന്ന് ചെറിയ പോസ്റ്റിലാണ്, അയാൾക്കൊരു കിലിമത്ത് ശുക്ർ, അദ്ദേഹത്തിൻ്റെ പേര് ഉമർ ഖത്തീബ് എന്ന് പറയും. ഇവിടെ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. സമീയ ബിൻ ഖത്താബിൻ അലൈക്കൽ ഹവാത്തിലു ബിൻ ഫഹാത്തി റഹ്മാനിൻ ദവാമൻ തസൽസലു എന്ന് കരീമുൻ വഫിയുൻ അൻത യാ ഉമറൽ ഫതാ മുഹയ്യാക ദൗമൻ ബിൽ ഹനായ തഹല്ലലു. അങ്ങനെ ഒരു പേജ്. അൽഹംദുലില്ലാ, അങ്ങനെ പല ഘട്ടങ്ങളിലും ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ അവസാനം ഉണ്ടാക്കിയത് ഭാര്യ മരിച്ചതാണ്. അപ്പോഴാണ് സലാമുൻ അലാ ഷഹരി സഫ സുമ്മ അഹ്ലിഹി വിദാഅൻ അലാ അമലിൽ ലിഖാ വഹുവ മർഹബു. റമളാൻ 21 മരിച്ചത്. അപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ഒരു വിടവാങ്ങൽ, റമളാനിന് സലാം പറഞ്ഞിട്ടും പിന്നെ പെരുന്നാൾ ആശംസ നേർന്നു. അതോടൊപ്പം ഇതിലുള്ള വിഷമം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കവിതയായിരുന്നു. സലാമുൻ അലാ ഷഹരി സഫ സുമ്മ അഹ്ലിഹി വിദാഅൻ അലാ അമലിൽ ലിഖാ വഹുവ മർഹബു അയാ ഫർഹത്തൽ ഫിത്രി സഈദി തഗറദി ഇലൽ ഫർഹത്തിൽ ഉളുമ അല്ലതി ലാ തഗയ്യബു ഇലൈക്കും തഹാനീന വഈദും മുബാറകു അസാ അൻ യഊദൽ ഈദു വൽ ഐശു അഅദബു റളീനാ ബിഖദരില്ലാഹി വൽ ഖദറു ഗാലിബു വഫീ ദർറിളാ ഇൻദൽ ബലായാ അജായിബു ഹയാതി തവാലത് ഫീ മദാഹൻ നവായിബു صواقيل من ربي فهن مواهب ولكنني لما رزقت بزوجتي وجدت فؤادي جمرة تتلهب فيا رب جدنا منك صبرا وعافيا وقدنا إلى المرضات والحب مشرب. അപ്പോൾ അങ്ങനെയൊക്കെ ചില സമയത്തോട് വരും, ചില സമയത്തൊന്നും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളിതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും. അപ്പോൾ കുറേശ്ശൊക്കെ ആദ്യം തെറ്റൊക്കെ ഉണ്ടാവും. അറൂലുൻ തവാഫിൻ്റെ നിയമത്തോടൊന്നും ചോദിച്ചോളൊന്നുമില്ല, ആദ്യമൊന്നും അത് പ്രശ്നമാക്കേണ്ടതില്ല. അങ്ങനെ എല്ലാ വിഷയത്തിലും നമ്മുടെ കഴിവുകളെ ഇങ്ങനെ വികസിപ്പിച്ചു കൊണ്ടിരുന്നാൽ അത് വികസിക്കും. അസല് പല കഴിവും നമ്മളിൽ ഉണ്ടാവും, അതിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. എന്നതുപോലെ ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ആ കഴിവ് പരിപോഷിപ്പിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പല രംഗങ്ങളും ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്കറിയാലോ, ഈ വിജ്ഞാന സമ്പാദനം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയ ഭാഗ്യം. എല്ലാവിധ സൗകര്യങ്ങളും ഒത്ത ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് ആവശ്യമായ ഇൽമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരുന്ന ഈ സാഹചര്യം ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ തന്നെ ഇവരൊക്കെ കാലത്ത് കുറച്ച് തുടങ്ങി, അതിനൊക്കെ അതിൻ്റെ കുറച്ച് മുന്നേ ആണല്ലോ. അന്നൊന്നും അങ്ങനെ ഒരു വികസിച്ച അവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ വേറെ മാർഗങ്ങൾ തേടണം. കാലഘട്ടത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്നിപ്പോൾ ഏത് ഇൽമു വേണമെങ്കിലും നമ്മുടെ മടിയിലേക്ക്, നമ്മുടെ മുറ്റത്തേക്ക് ഇങ്ങോട്ട് തരുന്ന അവസ്ഥയാണ്. ഈ അവസരത്തിൽ ഇതിനെയൊക്കെ കൂടുതൽ എല്ലാ അർത്ഥത്തിലും പരിപോഷിപ്പിച്ച് അതിൻ്റെ പിന്നെ അതിലൂടെയൊക്കെ റബ്ബിലേക്ക് അടുക്കുക, അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ബിദിക്രില്ലാഹി ഖത്താറു ബിലാരീഷിൻ ഫഹും ഹാറു ബിമഖ്അദി സിദ്ഖിഹിം ജാറു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്റാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. യഥാർത്ഥ അർത്ഥത്തിൽ അതിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ആ വിധത്തിൽ നമ്മുടെ ചർച്ചകളൊക്കെ കൊണ്ടുപോകണം. അപ്പം അല എന്ന വിഷയം എന്താ? അലയെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാം? അല എന്തിനൊക്കെ വരും? അത് ചർച്ചയാക്കണം. അല എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? അത് മുറക്കബാണോ ബസീത്താണോ? മുറക്കബാണോ വസീത്താണോ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ ചോദ്യം മനസ്സിലായോ?
ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായി? അൽഫി ഓതുന്നവർ പറയട്ടെ, അല്ലെ അത് കഴിഞ്ഞവർ? ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായോ? മുറക്കബാണോ ബസീത്താണോ എന്ന് ചോദിച്ചാൽ ആ ലാ ഇസ്തിഫാമിന്റെ ഹംസയും ലാമും കൂടിയതാണോ? ലാമല്ല ലായും കൂടിയതാണോ? അതല്ല അല എന്ന അങ്ങനെ ഒരു ലഫ്ളാണോ? അങ്ങനെ എന്താണ് അതിന്റെ അവസ്ഥ? എങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്? രണ്ടും ഉണ്ടാവും. അൽഫിയയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ലാക്കിനി കൊടുത്തോ ഇസ്തിഫാമിന്റെ ഹംസയോട് കൂടെ, ഇസ്തിഫാമിന്റെ ഹംസ ഇല്ലാത്തപ്പോൾ കൊടുക്കുന്നതൊക്കെ കൊടുത്തോ ഹുക്മ എന്ന് പറഞ്ഞാൽ ആ ലാ എന്ന് ഇല്ലയോ എന്ന അർത്ഥത്തിനാണെങ്കിൽ, ആ ഹഖീഖിയായ അർത്ഥം ഹംസ ഇസ്തിഫാമും ലാ നാഫിയും, അപ്പൊ ഇല്ലയോ എന്ന അർത്ഥമായി. പിന്നെ നമ്മൾ കൂട്ടി പറയുമ്പോൾ ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ മതി, ഇല്ലയോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോ ആ ലാക്ക് ഈ ഹംസത്തുൽ ഇസ്തിഫാം ഇല്ലാത്തപ്പോൾ എന്ത് ഹുക്കുമായിരുന്നു ആ ഹുക്കുമൊക്കെ ഇപ്പോഴും കൊടുക്കാനാ പറഞ്ഞത്. ലാ നഫി ചെയ്യും, ലാ അമൽ ചെയ്യും, ലാന്റെ കൂടെ മുഫ്രദാണെങ്കിൽ മബ്നിയാക്കും, അങ്ങനെയൊക്കെയുള്ള കുറെ നിയമങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ ഫതഹ് നസ്ബ് ചെയ്യും, ഇസ്മിന് ഖബറിനെ കളയും, ഈ ഹുക്കുമൊക്കെ അതിനുണ്ടാവും. അതാണ് വഅത്തിലാ മഅ ഹംസത്തി ഇസ്തിഫ്ഹാമി മാ തുഅതിഹി ബിദൂനിൽ ഇസ്തിഫ്ഹാമി. അതാ മുറക്കബിലേക്കാണ് ഇഷാറത്ത് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചർച്ച വരുന്നു, ഏതാണ് മുറക്കബ്, ഏതാണ് മുറക്കബ് അല്ലാത്തത്. ഇവിടെ ഏതാണ്? ഇവിടെ തംബീഹാണ്. തംബീഹിന്റെ ലാ മുറക്കബാണോ അല്ലയോ? പിന്നെ ഏതൊക്കെ അർത്ഥത്തിന് ഈ അല വരും? അലാ ബിദിക്രില്ല ചർച്ചയാക്കാവുന്നതാണ്. അതിലൂടെ ആ വിഷയത്തിൽ ഒരു ബസാറത്ത് നമുക്ക് ലഭിക്കും. എവിടെ വരുമ്പോഴും ഒരേ അർത്ഥം വെച്ച് കൊടുക്കില്ല. ഒരു സ്ഥലത്ത് ഒരു ക്ലാസ് ഇതുപോലെ എടുത്തു. അപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കുട്ടികളോട് ചോദിച്ചു, എന്തെന്ന് ഇദാ അതാഹു ഖലീലുൻ യൗമ മസ്അലത്തിൻ യഖൂലു ലാ ഗായിബുൻ മാലി വലാ ഹരിമു എന്നൊരു ബൈത്തുണ്ട് അല്ലേ? ആ ബൈത്ത് എവിടെ ഉള്ളത്? ഷവാഹിദിലൊക്കെ വരാറുണ്ട്. അൽഫിയുടെ ഷവാഹിദിലുണ്ട്, അതിന് മുന്നത്തെ കിതാബുകളിലുണ്ട്. വഇദാ അതാഹു ഖലീലുൻ യൗമ മസ്അലത്തിൻ യഖൂലു ലാ ഗായിബുൻ മാലി വലാ ഹരിമു. എന്താ അതിന്റെ അർത്ഥം? ഇദാ അതാഹു ഖലീലുൻ, ഖലീൽ വന്നാൽ, അയാളുടെ അടുത്തൊരു ഖലീൽ വന്നാൽ, യൗമ മസ്അലത്തിൻ കഷ്ടപ്പാടിന്റെ അവസരത്തിൽ ചോദിക്കാൻ വേണ്ടി വന്നാൽ, യഖൂലു ലാ ഗായിബുൻ മാലി വലാ ഹരിമു, അയാൾ പറയും എൻ്റെ സമ്പത്ത് ഗായിബല്ല, ഹരിമുമല്ല, മംനൂഉമല്ല, ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറയും. യഖൂലു ലാ ഗായിബുൻ മാലി, ഇതാ എൻ്റെ സമ്പത്ത് ഇതാ, ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളൂ, ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്ന് പറയും. അത്ര ധർമ്മിഷ്ഠന എന്നാ പറയുന്നത്. അവിടെ ഖലീലിന്റെ അർത്ഥം എന്താ? ഞാൻ ചോദിച്ചു ആ സദസ്സിനോട്, വലിയ താലിമ്യങ്ങളൊക്കെ ഉള്ള സദസ്സാണ്. അപ്പോ സാധാരണ എന്താ അർത്ഥം പറയാ ഖലീലിന്? കൂട്ടുകാരൻ. അത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, കൂട്ടുകാരൻ അർത്ഥം പറഞ്ഞു. ഞാൻ ചോദിച്ചു അതല്ലാത്ത വല്ല അർത്ഥമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ കുറേ ആലോചിച്ചിട്ട് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഖലീൽ ഇമാമ്. വേറൊരു അർത്ഥം ചോദിച്ചത് മനസ്സിലായി. ഇവരിങ്ങനെ ആലോചിച്ചു. ആ കുറ്റപ്പെടുത്തല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഖലീൽ ഇമാം. പിന്നെ മൂപ്പർക്ക് ആകെ അറിയണത് ഖലീൽ ഇമാമാണ്. അപ്പൊ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു ഖലീൽ ഇമാം വന്നാൽ പൈസ കൊടുക്കുന്നാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ വാസ്തവത്തിൽ അവിടെ ഷവാഹിദ്, അതിനൊക്കെ എത്രയോ ഷറഹുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നോക്കിയാൽ കാണാം അവിടെ ഖലീൽ എന്ന് പറഞ്ഞാൽ ഫക്കീർ എന്നാണ് അർത്ഥം, ദരിദ്രൻ എന്നാണ് അർത്ഥം. കയ്യിലൊന്നും ഇല്ലാത്ത ആള്, ഖാലിയായ ആള്. അതെങ്ങനെയാ അർത്ഥം ലഭിക്കുന്നത്? ഖലീൽ എന്ന വാക്ക് ഖുല്ലത്ത് എന്ന ധാതുവിൽ നിന്ന് മസ്തറിൽ നിന്നാണ് വരുന്നതെങ്കിൽ സൗഹൃദം എന്നാണ് ഖുല്ലത്തിന്റെ അർത്ഥം. ഖല്ലത്ത് എന്നതിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഫഖർ, കയ്യിലൊന്നും ഇല്ലാതാവുക, ഖാലിയാവുക എന്നാണ്. അതാണ് അതിനർത്ഥം. അപ്പൊ കയ്യിലില്ലാത്ത ആള്, കയ്യിൽ കാശില്ലാത്ത ആള് എന്നർത്ഥം, അതന്നെ ഫഖീർ. അങ്ങനെയാണ് വരിക. അപ്പോ ഇഷ്തിഖാഖിന്റെ വ്യത്യാസത്തിനനുസരിച്ച് അർത്ഥങ്ങൾ മാറും.
ആ ഇഷ്തിഖാഖ് അതിൻ്റെ ജസ്ർ നോക്കുക എന്ന് പറയും. ഇതിൻ്റെ മൂലം നോക്കുക, അതിൻ്റെ അസ്ല് നോക്കുക. ഈ അസ്ല് നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ ആയാത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഖുർആൻ ആയാത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ഇഖ്റ എന്നതുകൊണ്ട് ഖുർആൻ ആയത്ത് തുടങ്ങിയപ്പോൾ ആ ഇഖ്റഇന്റെ വിവിധങ്ങളായ അർത്ഥസാധ്യതകളെ എടുത്താൽ ഖുർആനിൽ പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറഞ്ഞ 5 ആയത്തിലുള്ളതായിട്ട് നമുക്ക് കാണിക്കാൻ കഴിയും. വെറും ഒരു ഓതുക എന്ന അർത്ഥം മാത്രമല്ല, പല അർത്ഥങ്ങൾ അതിനുണ്ട്. നേരെ പെട്ടെന്ന് ലാഹിറാവുന്ന ഒരർത്ഥം, ലികുല്ലി ഹർഫിൻ മിൻഹാ ലഹ്റുൻ വബത്ൻ. ഓരോ ആയത്തിനും അതിൻ്റെ ഒരു ബാഹ്യമായ അർത്ഥമുണ്ട്, ആന്തരികമായ അർത്ഥമുണ്ട്. ഹദീസല്ലേ ഖുർആന്റെ ആയത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ബാഹ്യമായ അർത്ഥമുണ്ട്, ഓരോ ഹർഫിനും ഉണ്ട്. ബാഹ്യമായ അർത്ഥമുണ്ട്, ആന്തരികമായ അർത്ഥമുണ്ട്. ബാഹ്യമായ ഈ ജീവിതത്തോട് ബന്ധപ്പെട്ട, നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ട, നമ്മുടെ ഭൗതികമായ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അർത്ഥം അതിനുണ്ടായിരിക്കും. അതോടൊപ്പം ആത്മീയമായ നമ്മുടെ റൂഹുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ട മറ്റർത്ഥം അതിനുണ്ടായിരിക്കും. അങ്ങനെ പല വിഷയങ്ങളിലേക്ക് ഇഷാറത്ത്. അങ്ങനെയാണ് അത്തരത്തിലുള്ള വിഷയങ്ങളെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ടത്. അല എന്താണ് അല? അല തംബീഹിന് വരും, തഹ്ലീലിന് വരും, പിന്നെന്തിനാ വരിക, അർളിന് വരും, അങ്ങനെ പലതിനും വരും. തഹ്ലീല്, അർള്, അലാ തഹ്ലീലിയ്യ അങ്ങനെ ചെയ്യുന്നില്ല. അലാ തുഖാത്തിലൂന ഖൗമൻ, ആ ഖൗമിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ? ചെയ്യൂ, പ്രേരിപ്പിക്കണം. തഹ്ലീൽ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതെന്താ? അവിടെ അർള, അവിടെ തഹ്ലീലല്ല, അള്ളാഹുവിനെ പ്രേരിപ്പിക്കുകയല്ല. നമ്മളോട് ഒരു വിഷയത്തെ സൗമ്യമായി, തഹ്ലീലും അർളും തമ്മിലുള്ള വ്യത്യാസം, ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കബിരിഫിന്നാണ്, വളരെ സൗമ്യമായി. അല്ല അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് അർള് എന്ന് പറയും. ശക്തമായി അതിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ തഹ്ലീൽ എന്ന് പറയും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സാധ്യതകൾ അവിടെ. ആ ഒരു ഹർഫിനെ സംബന്ധിച്ച് തന്നെ ഒരു പഠനം നടത്താവുന്നതാണ്. അതെന്തെന്നിട്ട് അതുകൊണ്ട് കാര്യം, ഭാഷാപരമായി കൂടുതൽ വികാസം ശ്രദ്ധിക്കും. ആ ഭാഷാപരമായ കൂടുതൽ വികാസങ്ങൾ കൂടുതൽ മറ്റു വിഷയങ്ങളിലുള്ള പഠനത്തിന് പ്രചോദനമാകും. ആ പഠനം കൊണ്ടെന്താ ഗുണം? അപ്പോഴാണ് ഖുർആൻ ആയത്തുകളുടെയും ഹദീസുകളുടെയും വിവിധങ്ങളായ അതിൻ്റെ ശാഖാ തലങ്ങളിലേക്ക്, അതിൻ്റെ വിവിധ ആഴപ്പരപ്പുകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുള്ളൂ. ഈ ഭാഷ അതിന് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അതിന് സഹായകമാകുന്ന ചർച്ച അവിടെ നടത്താൻ കഴിയും. അങ്ങനെ പോയാൽ ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് മാത്രം അവിടെ ബാക്കി എന്തെല്ലാം അർത്ഥങ്ങൾ നൽകാൻ കഴിയും. ബാക്കി വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. ഇസ്തിആനത്തിന്, മുഖാറനത്തിന്, തഅദിയത്തിന് ഒക്കെ വരും. മാൻ്റെ മാനാക്കൊക്കെ വരാറുണ്ട്. അൽഫിയിൽ തന്നെ ബാഗിൻ്റെ മാന പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോ ഇതിൽ നിന്ന് ഇവിടെ കൊടുക്കാൻ കഴിയുന്ന അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ആ വ്യത്യസ്തമായ അർത്ഥങ്ങൾ നൽകുമ്പോൾ ഉണ്ടാകുന്ന ആശയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പഠന വിധേയമാക്കാൻ സാധിക്കും. പക്ഷെ അതിനൊക്കെ ഉസ്താദുമാരുടെ സമ്മതത്തോടു കൂടെ ആയിരിക്കണം അത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. തഫ്സീറുകൾ പരിശോധിക്കണം. ബിദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്ർ. എന്താണ് ദിക്ർ? ദിക്ർ എന്ന് പറഞ്ഞതുകൊണ്ട് അതിനേതെല്ലാം അർത്ഥത്തിൽ ദിക്ർ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. നേരെ അതിൻ്റെ അർത്ഥമാണ് അള്ളാഹുവിനെ സ്മരിക്കുക. അതെങ്ങനെയാലും ശരി, ആ ദിക്റിന് ഏതെല്ലാം അർത്ഥങ്ങൾ നൽകാൻ കഴിയും, ഏതെല്ലാം അർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ദിക്റിന്റെ അർത്ഥം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ഇലസ്സലാത്തി ഫസ്ഔ ഇലാ യൗമൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ. അവിടെ ജുമുഅയാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്, എങ്ങനെയാണ് ആ അർത്ഥം വന്നത്? പഠനവിധേയമാക്കാം. അപ്പോൾ ദിക്റിനൊരു ആമായ ഒരു അർത്ഥം കിട്ടും, പിന്നെ ഖാസായ വിവിധങ്ങളായ അർത്ഥങ്ങൾ ലഭിക്കും.
ഈ അർത്ഥങ്ങൾ ലഭിച്ച് അതിൽ നിന്ന് ഇവിടെ ഏറ്റവും അൻസബായ അർത്ഥവും അബ്അദായ അർത്ഥവും ഉണ്ടാവും. ഏറ്റവും അഖ്റബായ അർത്ഥവും ഉണ്ടാവും, വിദൂര സാധ്യതയുള്ള അർത്ഥങ്ങളും ഉണ്ടാവും, അതിൻ്റെ ഇടയിലുള്ളതുണ്ടാവും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം ശാന്തമാകും, ഹൃദയം സമാധാനിക്കും, ഹൃദയത്തിന് ശാന്തി ഉണ്ടാകും, അതിനൊരു അടക്കമുണ്ടാവും, സുക്കൂൻ, ഒരു അടക്കം. തൽത്തരിബാണ് തത്മഇന്നിന്റെ മുഖാബലയിൽ പറയുന്നത്, മുലാദ് ഓപ്പോസിറ്റ് വേർഡ്. ഇൽത്തിറാബ് എന്ന് പറഞ്ഞാൽ ഒരു തരം പെടക്കലാണ്, ഒരു വിറയല്, ഹൃദയത്തിനൊരു തരം വിറയല്, ഒരു അസ്വസ്ഥത. അപ്പോ ഷക്ക് എപ്പോഴും ഇൽത്തിറാബാണ്. സംശയം ഉണ്ടായ എപ്പോഴും ഉണ്ടാവും, ഇൽത്തിറാബ് ഉണ്ടാവും. അതേസമയത്ത് യഖീനിലേക്ക് എത്തിയാൽ എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. എന്തൊരു കാര്യം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയാൽ പിന്നെ ആ കാര്യം സമാധാനമായില്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇത്മീനാനുള്ള വഴി. അള്ളാഹു തന്നെ പറഞ്ഞ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തോട് യാതൊരു ദുൽമിന്റെ കലർപ്പും ഇല്ലെങ്കിൽ അവർക്കാണ് സമാധാനം ഉണ്ടാവുക എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ തന്നെയാണ് ഇത് വിശാർത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത്മഅന്ന എന്ന ആ ധാതുവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഏതെല്ലാം രൂപത്തിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഈ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏതെല്ലാം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അസ്ൽ അർദുൽ മുത്മഇന്ന എന്ന് പറയും. എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ തഫ്സീറുകളൊക്കെ പരിശോധിച്ച വിശാലമായി നോക്കുന്ന തഫ്സീറുകളിൽ അതൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്ന് പോകുന്നതാണ് ഇത് എന്ന്. അപ്പോൾ ഹൃദയത്തിന് ഇത്മീനാൻ ഉണ്ടാവുക, ആ ഇത്മീനാൻ ഒരു ശാന്തമായ അവസ്ഥ ഉണ്ടാവുക, അത് ദിക്ർ കൊണ്ടാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇത്മീനാൻ? ഈ ഇത്മീനാൻ അള്ളാഹു എവിടെയൊക്കെ പ്രയോഗിച്ചു ഈ ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിന് ഉദാഹരണം ഇൻഷാ അല്ലാഹ് ഞാൻ ശേഷം പറയാം. എന്നാൽ അവിടെ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദിക്ർ കൊണ്ട് എന്തുണ്ടാവുന്ന? മനഃശാന്തി ഉണ്ടാവുന്ന. എന്നാ വേറെ ആയത്തിൽ പറയണതോ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അല്ലാഹനെ ആലോചിച്ച പേടിയാവുന്നു. വജിലത്ത് ഖുലൂബുഹും, വജലും തുമൈനത്തും രണ്ടല്ലേ? അല്ലദീന ആമനു എന്താണ്? ഇദാ ദുക്കിറല്ലാഹു ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അവരുടെ മുന്നിൽ അള്ളാഹുവിനെ പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിന് ഒരു തരം വജൽ, ഒരു തരം ഭയപ്പാട് അനുഭവപ്പെടും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. അപ്പോൾ എതിരാവില്ല. ഇതൊക്കെ ചർച്ചാ വിഷയമാക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളിപ്പോൾ എന്തൊക്കെ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുക? ആ ആയത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഒരു ആത്മീയതയിലേക്ക് കൂടെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഏറ്റവും നല്ലൊരു പ്രബന്ധം തയ്യാറാക്കാൻ തയ്യാറുള്ളവരുണ്ടോ? എന്നാൽ ഞാൻ നല്ലൊരു അവാർഡ് തരാം. ശ്രമിച്ചു നോക്കി. എന്താണ് തുമൈനീനത്ത്? തുമൈനീനത്ത് എന്താണ് ചർച്ച ചെയ്യണം. എന്താണ് തുമൈനീനത്ത്? ഈ ദിക്ർ കൊണ്ട് വരും എന്ന് പറയുന്ന തുമൈനീനത്ത് എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗതാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
പറഞ്ഞു അള്ളാഹുവിനോട്, കൈഫ തുഹ്യി റബ്ബി അരിനി, അള്ളാഹുവേ നീ എനിക്ക് കാണിച്ചുകൊണ്ട കൈഫ തുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ എങ്ങനെയാണ് ഹയാത്താക്കുക എന്ന ആ കൈഫിയത്ത്. മരണപ്പെട്ടവരെ ഹയാത്താക്കുന്നുള്ള കാര്യമല്ല, അതിൻ്റെ ആ രൂപം, അതിൻ്റെ കൈഫ്, അത് എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിച്ചു, ഖാല അവലം തുഅ്മിൻ, ഖാല അവലം തുഅ്മിൻ. എന്ത് ചോദ്യം അത്? അള്ളാഹുവിൻ്റെ ഖലീലായ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനികളിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവലം തുഅ്മിൻ, ഇങ്ങനെ ചോദിക്കുന്നെന്താ? വിശ്വാസമായിട്ടില്ല എപ്പോഴും? എങ്ങനെയെന്ന് എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അള്ളാഹ്ക്കറിയാം എന്തിനാണ് ആ ചോദിച്ചതെന്ന്, പക്ഷെ നമുക്ക് മനസ്സിലാക്കി തരാണ്. ആ ചോദ്യം ഉത്തരമൊക്കെ ഇത് ഈ ഉത്തരം പറയാനാണ് ആ ചോദ്യം. ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തിനാ ഈ ഉത്തരം പറയുന്നത്? അത് നിങ്ങളെ നമ്മുടെ സംശയം തീരുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താ? ബല, വിശ്വാസം എനിക്ക് പൂർണ്ണമായിട്ടുണ്ട്, ഇതൊന്നൊരു കുഴപ്പമില്ല. വലാകിൻ ലിയത്മഇന്ന ഖൽബി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, വലാകിൻ ലിയത്മഇന്ന ഖൽബി. അപ്പൊ ഈമാൻ ഒന്ന് വേറെ, തുമഇനീനത്ത് എന്ന് പറയുന്നത് മറ്റൊരു ദറജയാണ്. ഈമാൻ എനിക്കുണ്ട്, തുമഇനീനത്തിലേക്ക് എത്താനാണ് ഈമാനിന്റെ അത്യുന്നതമായ ദറജ. അത് ഒരിത്തിൽ നിൽക്കില്ല, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. തുമഇനീനത്ത് എന്താ? ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹഖുൽ യഖീന് കൊണ്ട് കിട്ടുന്ന സംഗതികൾക്കാണ് കൊണ്ടാണ് എന്തുണ്ടാവുള്ളൂ? തുമഇനീനത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു സാധനം, നല്ല ഒരു പലഹാരം ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നല്ല പലഹാരമുണ്ട് എന്ന് കുട്ടികൾ ആരോ കണ്ടു, അവിടെ വന്ന് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്, ബോധ്യമായി. ഇത് ഇൽമുൽ യഖീനാണ്, ഉറപ്പായി. നല്ലൊരു പലഹാരം, അല്ലെങ്കിൽ അങ്ങാടിയിലുണ്ടെന്ന് ആയിക്കോട്ടെ, അവിടെ നല്ലൊരു പലഹാരമുണ്ട്, ഞാൻ വാങ്ങി കഴിച്ചു, എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അത് വേറെ ആൾ വന്നിട്ടും പറഞ്ഞു, പിന്നെ വേറെ ആൾ വന്നിട്ടും പറഞ്ഞു, അങ്ങനെ മുത്തവാത്തിറായി. അപ്പോൾ സംഗതി എല്ലാവർക്കും ആ കാര്യം ഉറപ്പായി. അപ്പോൾ ഇൽമുൽ യഖീൻ എല്ലാവർക്കും കിട്ടി. നിങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരാൾ പോയി അത് കണ്ടു, അപ്പോൾ അയാൾക്ക് ഐനുൽ യഖീനായി, കണ്ണുകൊണ്ട് കണ്ടു. പിന്നെ അയാളത് വാങ്ങി കഴിച്ചു നോക്കി, അപ്പോൾ ഹഖുൽ യഖീനായി. ശരിയാ, രുചിച്ചറിഞ്ഞു. അവിടെ ഒരു തീയുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അത് വിശ്വാസമാണ്, ഐനുൽ യഖീനായി. അത് നമ്മൾ കണ്ടു, അപ്പോൾ ഐനുൽ യഖീനായി. അത് അനുഭവിച്ചറിഞ്ഞു, തീയിലൊന്ന് കൈയിട്ട് നോക്കി, അനുഭവിച്ച ആ തീ തന്നെയാണ്. ചിലർക്ക് എന്തായാലും സംശയം ഉണ്ടാവുമല്ലോ. ലാതിരിയാക്കൾ എൻ്റെ ഒരു കൂട്ടരെ പറ്റി ശ്രവലക്കായതിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഉണ്ടാവും, എന്ത് പറഞ്ഞാലും ലാതിരി എന്നാ പറയാ. എന്ത് പറഞ്ഞാലും ലാതിരി, എനിക്കറിയില്ല. അങ്ങനെയുണ്ട് യുക്തിവാദികളെ മാതിരി. അവർക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതാണ് അവരുടെ അറിവ്. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ അസുഖത്തിന് എന്ത് മാർഗമുള്ളൂ അവരെ പിടിച്ചിട്ടാണ് തീയിലാണ്ട് കൊണ്ടിടുക. അപ്പോ പറയോ? പറയുന്നു പറയും. അപ്പോൾ അതാണ് ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയലാണ്. അള്ളാഹുവിനെ അനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയെ സംബന്ധിച്ചാണ് എന്തെന്ന് പറയുന്നത്? തുമഅനീനത്ത് എന്ന് പറയുന്നത്. അതാണ് ഇബ്രാഹിം നബി ഇവിടെ പറഞ്ഞത്. കണ്ടോ? എല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ്. മലക്കൂത്ത് സമാവാത്തുൽ അർദൊക്കെ അള്ളാഹ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ ഓരോ തഫാസീൽ കൈഫിയത്ത് വേണ്ട പോലെ കണ്ട് അനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ കരഗതമാക്കാൻ വേണ്ടി അതിൻ്റെ തുടക്കം, തുമഅനീനത്തിൻ്റെ തുടക്കം അവിടെയാണ്. അതിനാണ് എന്തെന്ന് പറയാ? തുമഅനീനത്ത് എന്ന് പറയാ. അതിനാണ് തുമഅനീനത്ത്. അപ്പോഴാണ് തുമഅനീനത്ത് മുത്മഇന്ന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ആ അവസ്ഥയിലേക്ക് എത്തുന്നുള്ള ഒന്നാമത്തെ മാർഗം അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ആ നേരിട്ടുള്ള ഇടപെടലുകളെ, നമ്മളൊക്കെ മറകളുടെ മുന്നിലല്ലേ കാണും, ഒക്കെ അസ്ബാബുകളിലൂടെയല്ലേ അള്ളാഹുവിടെ പ്രകടമാകുന്നത്.
അത് മാറി ആ നേരിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന അവസ്ഥക്കാണ് തുമൈനീനത്ത് എന്ന് പറയുന്നത്. ഇത് ഈ ഒരായത്ത് മാത്രമല്ല, ഇതിനോട് സമാനമായ ഈ ആശയങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന വേറെയും ആയാത്തുകളുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ഒരു ചർച്ച തയ്യാറാക്കി വന്നതല്ലാത്തതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പറയാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹവാരിയങ്ങൾ പറഞ്ഞു, ഇത് ഖാൽ ഹവാരിയൂന യാ ഈസ ഇബ്ന മറിയം ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ് സമാ. ആകാശത്ത് നിന്ന് ഒരു മായിദയെ, ഒരു സുപ്ര, നല്ല വിരുന്നൊരുക്കിയിട്ട് ഒരു സുപ്ര ഇറക്കാൻ പടച്ചോൻക്ക് കഴിയുമെന്ന് ചോദിച്ചു. ഖാലത്തഖുല്ല, എന്ത് അഹങ്കാരത്തിന്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ അവര് പറഞ്ഞത് എന്താ? ഞങ്ങൾ അങ്ങനെ അഹങ്കരിച്ച് ചോദിച്ചതല്ല. ഖാലൂ നുരീദു അൻ നഅകുല മിൻഹാ വതത്മഇന്ന ഖുലൂബുനാ വനഅലമ അൻ ഖദ് സദഖതനാ വനകൂന അലൈഹാ മിനശ് ഷാഹിദീൻ. സൂറത്ത് മാഇദയിലുണ്ടത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊരു അഹങ്കാരത്തിന്റെ ചോദ്യം ചോദിച്ചതല്ല, ഈമാന്റെ ദറജ ഉയരാനാ ചോദിച്ചത്. ഒന്ന്, അത് അള്ളാന്റെ ഒരു സുപ്ര കിട്ടിയാൽ നമുക്ക് കഴിക്കാം. നുരീദു അൻ നഅകുല മിൻഹാ, നല്ല കൊശിയുള്ള ഭക്ഷണമാകുമല്ലോ. നുരീദു അൻ നഅകുല മിൻഹാ, കഴിക്കാന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശം തന്നെയാണ്. അത് വർക്കത്തിന് വേണ്ടി അള്ളാഹുവിന്റെ സുപ്ര കിട്ടിയാൽ നമുക്ക് കഴിക്കാം. ഉണ്ടാകുന്നൊന്നുമില്ല, ഞങ്ങള് ഉള്ള പോലെ തുറന്നു പറഞ്ഞു അവര്. അൻ നഅകുല മിൻഹാ വതത്മഇന്ന ഖുലൂബുനാ. ആയാത്തുകൾ നേരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഈമാനികമായൊരു ദറജയുണ്ട്. ആ ദറജ മത്ലൂബാണ്. ആ ദറജയ്ക്ക് വേണ്ടി മുഅ്മിൻ ശ്രമിക്കണം, സാധ്യമാവുന്ന വിധത്തിൽ ശ്രമിക്കണം. അതാണ് ഞങ്ങളെ ആവശ്യപ്പെട്ടത്. അതിനുള്ള എളുപ്പമാർഗം എന്ന നിലക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ചോദിച്ചാൽ കിട്ടുമല്ലോ. പിന്നെ നമുക്കെന്താ അങ്ങനെ നോക്കിയാൽ വേഗം ഞങ്ങൾക്ക് ഉയരാലോ. വതത്മഇന്ന ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയത്തിന് മർത്തബത്തുൽ ഇത്മീനാനിലേക്ക് എത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വനഅലമ അൻ ഖദ് സദഖതനാ, താങ്കൾ സത്യവാനാണ് എന്ന ആ ഒരു ഇൽമു ഞങ്ങൾക്ക് പൂർണ്ണമായി ഉണ്ടാകുക. ഞങ്ങൾക്കിപ്പോൾ അറിയാം, ഹവാരിങ്ങളായി പറയുന്നത് ആ ഇൽമ ഏത് ഇൽമാ? ഞാൻ നേരത്തെ പറഞ്ഞ 3 ഇൽമിനെ പറ്റി പറഞ്ഞത് അതുകൊണ്ടാ. ഇൽമുൽ യഖീനല്ല, ഐനുൽ യഖീനുമല്ല, ഹഖുൽ യഖീനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഒരു പൂർണ്ണ ഇൽമിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. വനകൂന അലൈഹാ മിനശ് ഷാഹിദീൻ, അങ്ങനെ നേരിട്ട് കണ്ടിട്ട്. അപ്പോ ഇത് ഒരു മത്ലൂബായ കാര്യമാണ്. നേരത്തെ ഗൗരവത്തിൽ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞ അതേ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നു? ഖാല ഈസ ഇബ്നു മറിയം അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ എന്ന് ദുആ ചെയ്തു. എന്തുകൊണ്ടാണത്? തുമഇനീനത്തിലേക്ക് എത്തുക, ഈമാൻ അതിന്റെ കമാലിലേക്ക് ഉയരുക, ഇൽമുൽ യഖീനിൽ നിന്ന് ഐനുൽ യഖീനിലേക്കും ഐനുൽ യഖീനിൽ നിന്ന് ഹഖുൽ യഖീനിലേക്കൊക്കെ എത്തുക എന്നത് മത്ലൂബും മർഗൂബുമാണ്. ആ ലക്ഷ്യത്തോടു കൂടെയാണെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല അതിന് ഉത്തരം ചെയ്യുകയും ചെയ്തു. മായിദ അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു. ആ മായിദയുടെ പേരിൽ ആയത്ത് നമുക്ക് ഇറക്കുകയും ചെയ്തു. നോക്ക്, മനസ്സിലാകുന്നില്ലേ? അപ്പോ ഇതുപോലെ ഇനിയും ആയാത്തുകൾ ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചയിൽ വരേണ്ടതാണ്. അതിനൊരു മോഡൽ പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ അതിൻ്റെ ഓരോ വിഷയങ്ങളെ വിശകലനം ചെയ്തിട്ട് നല്ലൊരു പ്രബന്ധം തയ്യാറാക്കണം. അതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ സെലക്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അത് എന്നിട്ട് ഞാനും നോക്കും. എനിക്കും അത് ഇഷ്ടപ്പെട്ടാൽ ഞാനൊരു അവാർഡ് തരാം. ഇൻഷാ അല്ലാഹ്. വതത്മഇന്ന ഖുലൂബുന. അപ്പോൾ ഇനി നിങ്ങൾ നോക്കും, ഈ ഒരവസ്ഥ എപ്പോഴും ഈസാ നബി ഉണ്ടാവില്ലല്ലോ. എപ്പോഴും റസൂലുള്ളാഹി അങ്ങനത്തെ ആയാത്തുകൾ കാണിച്ചു തരാൻ പറ്റിയ ആളുകളും എങ്ങനെ അള്ളാഹ് നമ്മൾ നേരിട്ടിട്ട് എങ്ങനെ ഇപ്പോൾ മരിച്ചവരെ ഹയാത്താക്കാന്ന് ചോദിച്ച് കാണിച്ചാലൊന്നും ഇപ്പം നമുക്ക് പറ്റുന്ന പണിയല്ലല്ലോ. നമുക്കും വേണ്ട ഇത്മീനാൻ, നമുക്കും മുത്മഇന്നത്തായ ദറജയിലേക്ക് നമ്മുടെ നഫ്സിനെ എത്തിക്കണ്ടേ, ഹഖുൽ യഖീനിലേക്ക് എത്തണ്ടേ? അതിനുള്ള മാർഗം എന്താണ്? ദിക്ർ വർദ്ധിപ്പിക്കലാണ്. അലാ ബിദിക്രില്ലാഹ്, അലാ ബിദിക്രില്ലാഹ്. മനസ്സിലായെങ്കിൽ ഈ ദറജയിലേക്ക് എത്താനുള്ള വഴി ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങൾക്ക് ഇവിടെ നിലവിലുണ്ട്. അത് ദിക്റാണ്. അതെന്തുകൊണ്ട്? ദിക്ർ എന്ന് പറഞ്ഞത് സഖാലത്താണ്. അലാ ലികുല്ലി ഷൈഇൻ സഖാല വസഖാലത്തുൽ ഖൽബി
ദിക്റുല്ലാഹ്. മിശ്കാത്തിലുള്ള ഹദീസല്ലേ? എല്ലാ ഖൽബിനും എല്ലാ വസ്തുക്കൾക്കും ഒരു ശുദ്ധീകരണ വസ്തു ഉണ്ട്. ശുദ്ധീകരിക്കാൻ ആവശ്യമായ ഓരോന്നിനും അതിൻ്റെതായ രൂപത്തിൽ തയ്യാർ ചെയ്ത പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. വസ്ത്രം ശുദ്ധീകരിക്കാൻ അതിന് പറ്റുന്ന സർഫും സോപ്പും പൊടികളും ഒക്കെ ഉണ്ട്. നമ്മളെ ശരീരം ശുദ്ധീകരിക്കാൻ അതുണ്ട്. ഉള്ളു ശുദ്ധീകരിക്കാൻ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഖൽബ് ശുദ്ധീകരിക്കാൻ ആ കഷായമൊന്നും കുടിച്ചാൽ പറ്റില്ല. അതിനുള്ള മാർഗം എന്താ? സഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. ദിക്ർ കൊണ്ട് ഖൽബ് ശുദ്ധീകരിക്കപ്പെടും. ഖൽബ് അതിൻ്റെ മറകൾ നീങ്ങും, അതിൻ്റെ ഹുജുബുകൾ നീങ്ങും, അതിലുള്ള അഴുക്കുകൾ നീങ്ങും. അതിങ്ങനെ നീങ്ങി 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 അതിൻ്റെ പ്രഭ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഹുജുബുകൾ നീങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ആലമുൽ അംറിലേക്ക്, അഭൗതിക ലോകത്തേക്ക് എത്തി നോക്കാൻ ഈ ഹൃദയത്തിന് കഴിയാണ്. വലൗല അന്ന ശയാത്തീന യഹൂമൂന ഹൗല ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലകൂത്തിസ് സമാ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലൗല അന്ന ശയാത്തീന യഹൂമൂന ഹൗല ഖുലൂബി ബനി ആദം. പിശാച് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചുറ്റും വലയം ചെയ്യുന്നില്ല എങ്കിൽ, അവിടെ ഇങ്ങനെ ചുറ്റിക്കളിക്കുകയാണ്. അവര് ചുറ്റിക്കളിച്ച് മറകൾ തീർക്കുകയാണ്. അവരുടെ ദുർബോധനങ്ങളിലൂടെയും ശരീരത്തിന്റെ ശഹവാത്തുകളിലൂടെയും നമുക്ക് മറകൾ സൃഷ്ടിക്കുകയാണ്. ആ മറകൾ ഇല്ലായിരുന്നുവെങ്കിൽ ലനദറു ഇലാ മലകൂത്തിസ് സമാ, ആകാശങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് അവർ ഇങ്ങനെ നോക്കിക്കാണുമായിരുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എന്ത് ചെയ്യും? ഈ ളുലുമാത്തുകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ബസീറത്തിന്, ഉൾക്കാഴ്ചക്കുള്ള തടസ്സമായി നിൽക്കുന്ന കുറേ മറകളുണ്ട്. ഈ മറകളിൽ നിന്ന് അതൊക്കെ ഭേദിച്ച് പ്രകാശത്തിലേക്ക്, ഉൾക്കാഴ്ച നൽകുന്ന ഈ പ്രകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവരും, വഴി നടത്തും എന്ന് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ? മുമ്പ് മനസ്സിലാകാത്ത എന്തെങ്കിലും ഇപ്പോൾ മനസ്സിലായോ? അൽഹംദുലില്ലാ. നമുക്കിനി നിർത്താലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ബസീറത്ത് ഉണ്ടാവുക. അതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ്, അതാണ് മഹാന്മാര് പറഞ്ഞത്. എന്താണ് അതിൻ്റെ ആദ്യത്തെ വരി? എന്താ? ബിദിക്രില്ലാഹി ഖത്താറു ഇലാരീഷിൻ ഫഹും ഹാറു ബിമഖ്അദി സിദ്ഖിഹിം ജാറു ബി ലാ ഇലാഹ ഇല്ലല്ലാഹ് സുറൂറുൽ ഖൽബി ദിക്റുല്ലാഹ് വഉൻസുൻ നഫ്സി ഫിക്റുല്ലാഹ് വകൂനൂ ഔലിയാ അല്ലാഹ് ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. സുറൂറുൽ ഖൽബി ദിക്റുല്ലാഹ്. ഖൽബിന്റെ സുറൂറ് അത് ദിക്റ് കൊണ്ടാണ്. വഉൻസുൻ നഫ്സി, ശരീരത്തിന്റെ ആനന്ദം, അത് ഫിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ചിന്തയാണ്. വകൂനു ഔലിയാ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളാവുക. ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിദിക്രില്ലാഹി ഖത്താറു, ഈ ദിക്റ് കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ പറന്നത്. ഒരു കൂട്ടർ പറന്നു, ചിറകില്ലാതെ പറന്നവരുണ്ട് ഇവിടെ. ബിലാ രീഷിൻ, രീഷില്ലാതെ, ചിറകുകളില്ലാതെ പറന്നു. ഫഹും ഹാറു ബിമഖ്അദി സിദ്ഖിഹിം, യാഥാർത്ഥ്യത്തിന്റെ ലോകത്ത് അവരിങ്ങനെ അവരെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് അവരമ്പരന്നു. എന്തുകൊണ്ട്? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് പറഞ്ഞ ആ മഖാമിലേക്കാണ് സൂചിപ്പിക്കുന്നത്. മഖ്അദു സിദ്ഖ്, യാഥാർത്ഥ്യത്തിന്റെ ലോകം. നമ്മൾ സാങ്കല്പിക ലോകത്താണ്, എല്ലാറ്റിൻ്റെയും യാഥാർത്ഥ്യം കാണുന്ന ലോകം. ആ ലോകത്തേക്ക് അവരെത്തി, ഹഖുൽ യഖീനിലേക്ക് അവരെത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനുള്ള വഴിയാണ് അലാ ബിദിക്രില്ലാഹ്. അതിൻ്റെ ഇടക്ക്, അതിന് മുമ്പ് പല മുഅ്മിനീങ്ങളുടെ സ്വഭാവം ശേഷം വരുന്നതൊക്കെ പരസ്പരം മുർത്തബിത്താണ് എന്നാണ്.
അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് ഇത്മീനാൻ ഉണ്ടാകുന്ന വിശ്വാസികളായ ആളുകൾ എന്ന് പറഞ്ഞത് അത് മുബത്തതയാണോ അതല്ല അതിന്റെ മുമ്പത്തിനോട് ബന്ധപ്പെട്ടതാണോ? അതിന് മുമ്പ് എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യുളില്ലു മൻ യശാഉ വയഹ്ദി ഇലൈഹി മൻ അനാബ്, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ വഴിവഴപ്പിക്കും. വയഹ്ദി ഇലൈഹി, അള്ളാഹുവിലേക്ക് അവൻ ചേർക്കും, അള്ളാഹുവിലേക്ക് ഹിദായത്താക്കും, അഥവാ അള്ളാഹുവിന്റെ മഅരിഫത്തിലേക്ക്. അള്ളാഹുവിന്റെ മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ അസ്മാ സിഫാത്തിന്റെ പൊരുളുകൾ അറിയുക, അവന്റെ മഖ്ലൂഖാത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നോക്കാൻ കഴിയുക. അങ്ങനെ അതുകൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന, നമുക്ക് നമ്മളെ സംബന്ധിച്ച് പോലും ഒന്നും അറിയില്ലല്ലോ, എന്താണ് ഒന്നും നമുക്കറിയില്ലല്ലോ. അതൊക്കെ കുറേശ്ശെ ഇങ്ങനെ അറിയൽ തുടങ്ങിയുണ്ടാകുന്ന ഒരു രസം എന്താ അതിൻ്റെ ഒരു രസം? ഇൽമ് കിട്ടുമ്പോൾ ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ ഒരു ആയത്തുമായി ശരിക്കും ഒരു ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പം തന്നെ നിങ്ങൾക്കൊക്കെ ഒരു എന്തോ ഒരു ലദ്ദത്ത് അനുഭവപ്പെടുന്നില്ലേ? ശരിയായ ഇൽമ് ഇങ്ങനെ കിട്ടുമ്പോണ്ടാകുന്ന രസമാണ്, അതൊരിക്കലും അവസാനിക്കില്ല. അത് വേറെ ഒന്നിനും ആ സുഖം കിട്ടിയില്ല. അത് ഇൽമിന്റെ ഓരോ വിഷയത്തിന്റെ ബക്കാറത്ത് നീങ്ങുന്നത് മറ്റുള്ള എല്ലാ ബക്കാറത്തിനേക്കാളും വലിയ നീക്കലാണ്. അതിന്റെ സുഖം ഒരിക്കലും അവസാനിക്കില്ല. അതാണ് അതിൻ്റെ ഒരു രസം. അങ്ങനെ കിട്ടണം. അപ്പൊ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പൊരുളുകളൊക്കെ ഇങ്ങനെ തുറന്നു തരാൻ തുടങ്ങിയാൽ നമ്മൾ ദുനിയാവ് മറക്കും. ഈ ദുനിയാവ് ഇതിലുള്ളതൊന്നും അല്ലാതാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രണ്ടറക്കയത്തും ആ ഒരു അവസ്ഥയിൽ ചെയ്യുന്ന രണ്ടറക്കയത്തും തമ്മിൽ ആനയും കുഴിയാനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. ആകാശഭൂമിയുടെ അന്തരം ഉണ്ടാവും, അല്ലേ? നമുക്കൊരു നല്ല ഒരു ആത്മീയമായ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ നിസ്കരിക്കുന്ന നിസ്കാരവും അല്ലാത്ത നിസ്കാരവും തമ്മിൽ വ്യത്യാസമല്ലേ? അനുഭവമല്ലേ അത് നമുക്കൊക്കെ? അതാണ് പറയുന്നത്. അല്ലാതെ അവർ കുറെ അതൊന്നും കാട്ടിക്കൂട്ടുന്നൊന്നല്ല. ഈ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒന്നുകൂടെ അപ്പുറത്തേക്ക് ആലോചിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയിലുള്ള ആ ഒരു ലദ്ദത്തിൽ അവരവിടെ നിസ്കരിക്കാൻ നിന്നാൽ അവർ 2 റക്അത്ത് നമസ്കരിക്കുന്നതും നമ്മൾ 2000 നിസ്കരിച്ചാലും അവിടേക്കെത്തില്ല. അവരുടെ 2 റക്അത്ത് കൊണ്ട് നമ്മുടെ 2000-ത്തേക്കാൾ എത്രയോ അവർ ഉയരുകയാണ്. ഈ അവരിൽ നമ്മളും ആവണം. അതിനുള്ള വഴിയാണ് എന്ത്? അല്ലാതിരിക്കില്ല. ആ ഇത്മീനാനിലേക്ക് എത്തുക. വയഹ്ദി ഇലൈഹി മൻ അനാബ്, അള്ളാഹുവിലേക്ക് അള്ളാഹു ഹിദായത്താക്കി തരും, അള്ളാഹുവിലേക്ക് അള്ളാഹു ചേർത്തി തരും. ആ അത്ഭുതങ്ങളിലേക്ക് അതിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു തരും. ആർക്ക്? മൻ അനാബ്, ഇനാബത്തുള്ള ആളുകൾക്ക്, അള്ളാഹുവിലേക്ക് അങ്ങോട്ട് വിലയം പ്രാപിക്കുന്ന ആളുകൾക്ക്. അതാണ് ഇനാബത്ത്. അള്ളാഹുവിൽ ലയിക്കുന്ന ആളുകൾക്ക്. അത് ഇതാണ്ട് തുറന്നാ പിന്നെ അതിൽ ലയിക്കലായി. ആരാണ് ലയിക്കുന്നവർ? അല്ലദീന ആമനു. അതിന് സിഫത്ത് കാശിഫയാണ്. ആരാണ് മുനീബീങ്ങൾ? യഥാർത്ഥത്തിൽ ഇനാബത്ത് എന്നാൽ എന്താണ്? ആ തഫ്സീർ പ്രകാരം അല്ലദീന മൂത്തയെന്ന് പറഞ്ഞവരുണ്ട്. അല്ലദീന ആമനു, യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉണ്ടാവുകയും വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് അവരുടെ ഹൃദയത്തിന് ശാന്തി ഉണ്ടാകുകയും ചെയ്യുന്ന ആളുകൾ. ഈ ശാന്തി എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ ഇപ്പം അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാം, അല്ലെങ്കിൽ അതൊന്നും അതിന്റെ പരിഭാഷ അല്ല. അതൊക്കെ ഒരു തരം അഹ്വാലുകളാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരിക്കലും ഒരു ഭാഷക്ക് മറ്റൊരു ഭാഷ പരിഭാഷ ആവൂല. ഖുർആനെ സംബന്ധിച്ച്, അറബി ഭാഷയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഖുർആനെ സംബന്ധിച്ച് ഒരിക്കലും അത് അസാധ്യമാണ്. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഇങ്ങനെ പറയണ്ടേ? അതുകൊണ്ട് പറയാം. എന്താ അല്ലെങ്കിൽ ഇപ്പൊ ശാന്തി? അത് അവിടെ മുളാരിയാക്കി കൊണ്ടുവന്നു. അല്ലദീന ആമനു, വിശ്വാസം അത് പൂർണ്ണമായിരിക്കണം. പിന്നെ ഇത്മീനാൻ, അതൊരു ദറജയിൽ നിൽക്കില്ല, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതും ഫേലിയായ ജുംലയാക്കി, അത് മുസ്തഖ്ബിലാക്കി, അതൊരിക്കലും അവസാനിക്കില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പിന്നെയും ചോദിച്ചത്. അപ്പൊ തുമനീനത്ത് ഇങ്ങനെ എന്തായിക്കൊണ്ടിരിക്കും? കൊണ്ടേയിരിക്കും, അത്യുന്നതമായ അവസ്ഥയിലേക്ക് എത്തും. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയാം, അതിന്റെ ഇടയിൽ മുഅ്തരിളായ ജുംലയായിട്ടാണ് ഇത് പറഞ്ഞത്. അല, അറിയണം ട്ടോ, ഒരു പ്രത്യേക കാര്യം അറിയിക്കണം. അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം എന്നായി. അപ്പോ അതാണ് ഇനി പറഞ്ഞു തരുന്നത്. ഇതിന്റെ ഇടക്ക് ആരാണ് ഇനാബത്തുള്ളവർ? അള്ളാഹുവിലേക്ക് എത്തൽ എങ്ങനെയാണ്? വയഹ്ദി ഇലൈഹി മൻ അനാബ്. അനാബ് അത് വേറെ ആയത്തിലുണ്ട്, യുനീബ് വേറെ ഉണ്ട്. അള്ളാഹു യജ്തബി ഇലൈഹി മൻ യശാ വയഹ്ദി ഇലൈഹി മൻ യുനീബ്, അത് വേറെ ആയത്.
അള്ളാഹു ചിലരെ സെലക്ട് ചെയ്യും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ജന്മന അള്ളാഹ് സെലക്ട് ചെയ്തവര്. അള്ളാഹു യജ്തബി ഇലൈഹി മൻ യശാ. ഇവിടെ മന്ത്രിസഭയിലേക്കും പാർലമെന്റിലേക്കൊക്കെ സെലക്ട് ചെയ്യില്ല, പിന്നെന്താ അള്ളാഹ്ക്ക് സെലക്ട് ചെയ്തൂടെ? അതിനാരും ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അള്ളാഹു യജ്തബി ഇലൈഹി മൻ യശാ. അള്ളാഹ് ഉദ്ദേശിച്ചവരെ അള്ളാഹു സെലക്ട് ചെയ്ത് കൊണ്ടുപോകും. വയഹ്ദി ഇലൈഹി മൻ യുനീബ്. മായിദ വന്ന വയഹ്ദി ഇലൈഹി മൻ യുനീബ്. അതിന്റെ ഇടയിൽ വന്നതാ അപ്പൊ പറ്റാത്തത്. ഇരിക്കട്ടെ. വയഹ്ദി ഇലൈഹി മൻ യുനീബ്. ഇനാബത്തുള്ള ആളുകളെ ഹിദായത്താക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അത് വേറെ ആയത്തിൽ വന്നു. അതന്നെ ഇവിടെയും പറഞ്ഞത്. വയഹ്ദി ഇലൈഹി മൻ അനാബ്. ഇനാബത്തുള്ളവരെ, അള്ളാഹുവിൽ വിലയം പ്രാപിക്കുന്ന ആളുകളെ, അള്ളാഹുവിലേക്ക് ലയിക്കുന്ന ആളുകളെ, മാനസികമായിട്ട് ലയിക്കണം. അങ്ങനത്തെ ആളുകളെ അള്ളാഹു ആ ലോകത്തേക്ക് എത്തിക്കും. നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ബുദ്ധി അവിടെയായിരിക്കും, നിങ്ങളുടെ ചിന്ത അവിടെയായിരിക്കും, നിങ്ങളുടെ ഖൽബ് ഹദ്റത്ത് ഖുദ്സിയിലായിരിക്കും. അത് ചില ആളുകൾക്ക് പെട്ടെന്ന് വലിയ വലിയ കവാടങ്ങൾ തുറക്കപ്പെട്ടാൽ ചിലപ്പോ അവര് അമ്പരന്ന് പോകും. പൂർണ്ണമായി ദുന്യാവിനെ അവരങ്ങോട്ട് മറക്കും. അതിനാണ് ജദ്ബ് എന്ന് പറയാം. അത് നമുക്കൊക്കെ സംഭവിക്കാവുന്നതാണ്. ഭൗതിക കാര്യത്തിൽ ഒരു വിഷയത്തിൽ അങ്ങോട്ട് വിലയം അങ്ങോട്ട് മുഴുകിയാൽ ചിലപ്പോൾ മറ്റുള്ളതൊക്കെ മറക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ലേ? ഇടോടോർച്ചിട്ട് വിളിച്ചാൽ എന്തെന്തും ഉണ്ടാത്ത് നിൽക്കും. പിന്നെ മൊബൈല് പണ്ട് കുറച്ച് മുമ്പ് അങ്ങനെ കണ്ടിട്ടുണ്ട്. മൊബൈൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കണ്ണുള്ള ആളെങ്ങനെ കൈയടിച്ച് കൊണ്ടുപോകണേ. കാരണം ഇവ കണ്ണൊട്ടനാണെങ്കിലും അവനക്ക് മറ്റൊരു കാഴ്ച ഉണ്ട്. ഇവൻ ഇതിലാണ്ട് മുഴുകിയിട്ട് മറ്റുള്ള ഒന്നും ഉണ്ടാകുന്നില്ല, കാണുന്നില്ല. അപ്പൊ ഒരു കണ്ണില്ലാത്ത ആള് മൊബൈൽ പിടിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരോ ചരിത്രത്തിലില്ലേ, പിന്നെ ഒരു സലാം പറഞ്ഞപ്പോൾ മടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ വയൽ പറയുമ്പോൾ പറയുന്ന ചരിത്രത്തിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ റസൂലുള്ളാഹിയോട് പോയിട്ട് കേസ് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ മൂപ്പര് വേറെന്തോ ഒരു ഹമ്മിലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പാക്ക് ഒരു സംഭവം നടന്നത് ഇപ്പൊ പറയും. വല്ലാത്തൊരു ഉപ്പാക്ക് ഒരു വിഷമമുള്ളൊരു കാലഘട്ടം, ഒരു വല്ലാത്ത പ്രയാസങ്ങളുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായി നമ്മുടെ നാട്ടിൽ. അങ്ങനെ വളരെ ദുഃഖിതനായ ഒരു സമയമാണ്. അങ്ങനെ ഇപ്പോൾ എവിടെയോ പോയി വരിക. ഇപ്പോൾ കോഴിക്കോട് നിന്ന് KSRTC ബസ് കയറി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. KSRTC ബസ്സിൽ കയറി, ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുക്കാൻ ഈ ഒരു ഹമ്മിലിരിക്കുകയാണ് ഈ സാധു. അങ്ങനെ കണ്ടക്ടർ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ ഒന്ന് പോയിരിക്കണം, ഒന്നും മൂപ്പര് അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവസാനം ഒരാൾ കുറവുണ്ട് ടിക്കറ്റ് എടുക്കാത്തത്. അപ്പോൾ പിന്നെ ആള് പിന്നെ ആളെ എണ്ണി നോക്കുമ്പോൾ സംഗതി. എന്നിട്ട് ആള് വിളിച്ച് പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ അവനെ വിളിച്ച് ചോദിച്ചു ടിക്കറ്റ്. അപ്പോൾ ചോദിച്ചു ആകെ വഷളായി. തുടക്കം മുതലുള്ള പൈസ കൊടുക്കേണ്ടി വന്നു. മാനന്തവാടിയിൽ നാട്ടം വരുന്ന ബസ്സായിരുന്നു, തൃശ്ശൂർ വരെ വരുന്ന. അപ്പോൾ അതിനുള്ള പൈസ കൊടുക്കേണ്ടി വന്നു. പൈസയേക്കാൾ കൂടുതൽ ആ വഷളത്തരം. അത് മൂല്യരുവാണല്ലോ, പിന്നെ പറയാനുമില്ലല്ലോ. പക്ഷെ ഇതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു ഹമ്മിലായിരുന്നു, ഇങ്ങനെ ഒരു എനിക്കുണ്ടായി 2 ദിവസം മുന്നേ. 2 ദിവസം മുന്നേ എനിക്കുണ്ടായി. ഞാൻ എവിടുന്നോ, അത് പിന്നെ ഇത്രയൊന്നുമില്ല, പിന്നെ ഞാൻ എവിടുന്നോ അങ്ങനെ വരികയാണ്. അപ്പോൾ കുന്നോളത്തുനിന്ന് കൊച്ചല്ലൂർ വഴി ഞങ്ങളെ വീട്ടിലേക്ക് പോകണ വണ്ടി, അത് ഞാൻ തന്നെ വണ്ടി ഓട്ടി ഇങ്ങനെ പോവാണ്. അപ്പം അതിലിടക്ക് ഇങ്ങനെ എനിക്കിൻ്റെ നമ്മുടെ ജീവിതത്തിലെ പഴയ കാലങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടല്ലോ 2-3 മാസം മുന്നേ. അപ്പോൾ വാസ്തവത്തിൽ അത് നമുക്ക് എന്തായാലും നമ്മുടെ പഴയ കാലങ്ങളൊന്നും ചിലപ്പോൾ ഓർമ്മ വരുമ്പോൾ വല്ലാത്ത വിഷമങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാരി മരിച്ചപ്പോൾ ഉണ്ടാക്കിയ ബെയ്ത്ത് പോലെ തന്നെ കഴിഞ്ഞ വർഷം, ഒരു വർഷം തികഞ്ഞപ്പോൾ ഒരു ബെയ്ത്ത് ഉണ്ടാക്കിയിരുന്നു. بها هم قلبي كان بالبين يصطلي تعافت رسوم الوصل عن ظهر محملي ولكنها جوفي تئج كمرجلي ففي أول العشر الأخير بلحوة غدت روح زيني للنعيم المؤصل أراها وقد شالت عن الساق ذيلها بترتيب بيتي أو بترتيل منزلي. ഇതിങ്ങനെ ഓർമ്മ വന്ന് ആ കാലങ്ങളൊക്കെ ഓർമ്മ വന്ന് സത്യത്തിലൊരു സങ്കടമായി. ഞാൻ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ഇങ്ങനെ വന്നു. അങ്ങനെ ഒരു തിരുവിൽ ശ്രദ്ധിക്കാതെ മറ്റൊരു വണ്ടി വന്നു, അത് 3 ഉരസി.
എൻ്റെ വണ്ടി കുറച്ച് 2000 റുപ്യ കൊടുത്ത് ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ സംഭവിച്ചു. സംഗതി ഒന്നുകൂടി തർക്കിക്കാൻ എൻ്റെ അടുത്തല്ല, മുഴുവൻ കുറ്റം എൻ്റെ അടുത്തുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ അതാണ്. അപ്പം നമ്മൾ ഒന്നിലും മുഴുകിയാൽ മറ്റുള്ളത് നമ്മൾ മറക്കും പലപ്പോഴും. ഇതൊക്കെ നിസ്സാര ഈ ദുന്യാവ. അപ്പം അള്ളാഹു ഇങ്ങോട്ട് വെളിവാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ ജമാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജമാൽ നമ്മുടെ ഒരു വിരലിനെ സംബന്ധിച്ച് നമുക്കറിയില്ല, നമ്മുടെ കണ്ണിനെ സംബന്ധിച്ച് നമുക്കറിയില്ല, നമ്മെ സംബന്ധിച്ച് ഒന്നും നമുക്കറിയില്ല. അതിൻ്റെ ഒരല്പമൊക്കെ ഇങ്ങനെ തുറക്കാൻ തുടങ്ങിയ നിങ്ങൾ മറ്റേ അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലേ? വിങ്സ് ഓഫ് ഫയർ നാട്ടല്ലേ? അല്ലേ? ആരുതാ അത്? APJ അബ്ദുൽ കലാമിൻ്റെ. ഞാൻ 2-3 വട്ടം വായിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. അയാളുടെ ഒരു അവസ്ഥ നിങ്ങൾ അതിൽ കണ്ടില്ലേ? ആ ഇൽമിലങ്ങണ്ട് മുഴുകി, ശാസ്ത്രത്തിലാണ്ട് മുഴുകിയിട്ട് മറ്റുള്ളതൊക്കെ മറക്കണല്ലോ മനുഷ്യൻ. എന്നിട്ട് ചില വലിയ വലിയ പദ്ധതികളുണ്ട്, പരാജയപ്പെട്ടാൽ പിന്നെ കുറച്ചു നേരമൊക്കെ ഒരു വിഷമമുണ്ടായാലും പിന്നെയും അതിലേക്ക് പകലില്ലാതെ ഉറക്കം എന്തെന്ന് അറിയാതെ മുഴുകുന്ന ആ വിവരണം, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എൽമിനോടുള്ള ഇതുകൊണ്ട് വരുമ്പോഴാണ്. ഇതൊക്കെ ഭൗതിക വിവരങ്ങൾ മാത്രല്ലേ. ഇതിലൂടെ ആ യഥാർത്ഥ ഖാലിഖിനെ സംബന്ധിച്ചുള്ള ആ ഒരു അനുഭൂതി കൂടി അനുഭവിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന രസത്രേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളൊക്കെ മറക്കും. അങ്ങനെ മറന്നിട്ടുണ്ടാകുന്ന ആ അവസ്ഥയിലുള്ള ഒരു തസ്ബീഹ് മറ്റുള്ളവരുടെ 1,00,000 തസ്ബീഹിനേക്കാൾ അവർ മിനിറ്റുകളിൽ കടക്കുന്നത്, മറ്റുള്ളവർ അവരുടെ ആയുസ് മുഴുവനും മുറിച്ചു കടക്കുന്നതിനേക്കാൾ അപ്പുറം മുറിച്ചു കടക്കും. അതാണ് തുമഇനീനത്ത് എന്ന് പറയുന്ന മഖാം. മനസ്സിലായി? അതിനുള്ള വഴിയാണ് ദിക്ർ എന്ന് പറയുന്നത്. അതിലേക്ക് ഇങ്ങോട്ട് കടന്നാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച. അത് ഞാൻ നേരത്തെ പറഞ്ഞ ജദ്ബ് എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വമാണ്. മജ്ദൂബീങ്ങളാവുമ്പോൾ ദുനിയാവ് മുഴുവനും അവർ മറക്കുകയാണ്, എല്ലാം അവർ മറക്കുകയാണ്. അപ്പോൾ അവർ അല്ലാത്തവർ 1000 വർഷം അല്ലെങ്കിൽ 10,000 വർഷം സഞ്ചരിച്ചാൽ കടക്കാത്തത് ജദ്ബിന്റെ അവസ്ഥയിൽ 1 മിനിറ്റ് കൊണ്ട് കടക്കുന്ന മഹാന്മാർ ആരിഫീങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് അവരുടെ അവസ്ഥ. അവർക്ക് കഴിഞ്ഞ് ചിലപ്പോൾ നല്ല അവസ്ഥയിലേക്ക് അവർ തിരിച്ചു വരികയും ചെയ്യും. അതൊക്കെ മറ്റൊരു ചർച്ചയാണ്. അങ്ങോട്ടൊന്നും ഇപ്പോൾ നമ്മൾ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പിന്നെ ഒരു വഴി കാണിച്ചു തരല്ലേ, നിങ്ങളെ ഫെസ്റ്റിനുള്ള വിവരണല്ലേ. അപ്പോൾ അതങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെ ഒരിക്കലും സമാധാനം അല്ലാത്ത, സന്തോഷമല്ലാത്ത, ആനന്ദമല്ലാത്ത ഒരു അവസ്ഥയും അവനുണ്ടാവില്ല. പിന്നെന്താ വജിലത്ത് ഖുലൂബുഹ് എന്ന് പറഞ്ഞത്? ഒരു ഭാഗത്ത് വജൽ ഉണ്ടായാൽ പോലും അതിന് പല രൂപത്തിൽ മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇമാം ബഗവിയൊക്കെ പറഞ്ഞത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഗവിയൊക്കെ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞ ഇതാ ദുഃഖിർ അല്ലാഹു വജിലത്ത് ഖുലൂബുഹും, മറ്റൊരിക്കൽ പറയുന്നു തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല. അത് ഓരോ അവസ്ഥകളാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ 2 തരാണ്. ഒന്ന് ജമാലിന്റെ സിഫത്തുകളും ഒന്ന് ജലാലിന്റെ സിഫത്തുകളും. കാരുണ്യത്തിന്റെ വിശേഷണങ്ങൾ, ഗാംഭീര്യത്തിന്റെ വിശേഷണങ്ങൾ. അവൻ മുതക്കബ്ബിറാണ്, അവൻ മുന്തഖിമാണ്, അവൻ അങ്ങനെയുള്ള ആ കാര്യങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ എന്തുണ്ടാവും? അവർക്ക് ഒരു ഭയപ്പാടുണ്ടാവും. എന്നാൽ അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. അതല്ലെങ്കിൽ ഇതിന് അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒക്കെ അങ്ങനെ ഒരു ഭയപ്പാടുണ്ടാവും. പിന്നെ ഉയർന്നാൽ, പൂർണ്ണതയിലേക്ക് എത്തിയാൽ, അങ്ങനെയൊക്കെ വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അങ്ങനൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. യഥാർത്ഥമായ ആ തുമഇനീനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയാൽ അവൻ അനുഭവിക്കുന്ന വേദനയും എന്തായിരിക്കും? മാധുര്യമുള്ളതായിരിക്കും. തലദ്ദൂലിയൽ ആലാമു ഇത് അന്ത മുസ്ഖിമി വഇൻ തംതഹിന്നി ഫഹിയ ഇൻദി ബദാഇഉ ഫുആദും ബിഹി ശംസുൽ മഹബ്ബത്തി താലിഉ വലൈസ ലിനജ്മിൽ അദ്ലി ഫീഹി വഖാഇഉ ഫുആദുൻ ബിഹി ശംസുൽ മഹബ്ബത്തി താലിഉ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങൾ എന്നെ നേരത്തെ വിളിച്ചിരുന്നത്? ഞാനേ ഇവിടെ ഇപ്പോൾ ഒരു ക്ലാസ് ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയും, 15 മിനിറ്റ് കൊണ്ട് കഴിയും. അതിന് ശേഷം ഓക്കെ.
ഓക്കെ ഓക്കെ. ഫുആദും ബിഹി ശംസുൽ മഹബ്ബത്തി ത്വാലിഉ. മഹബ്ബത്തിന്റെ സൂര്യൻ ഉദിച്ച മനസ്സാണ് ഈ മനസ്സ്. ഇവിടെ എന്തുദിച്ചിരിക്കുന്നു? ഇലാഹി സ്നേഹം, ദിവ്യ സ്നേഹം. ആ പ്രേമത്തിന്റെ സൂര്യൻ ഉദിച്ച മനസ്സാണ് ഈ മനസ്സ്. അതുകൊണ്ട് വലൈസ ലിനജ്മിൽ അദ്ലി ഫീഹി വഖാഇഉ. ആക്ഷേപത്തിന്റെ നക്ഷത്രങ്ങൾക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല. ആ സ്നേഹത്തിൽ എന്തും ഞാൻ കാണിക്കും. സൂര്യൻ ഉദിച്ചാൽ പിന്നെ നക്ഷത്രത്തിന് അവിടെ സ്ഥാനമില്ലല്ലോ. അപ്പൊ അതിനൊന്നും ഇനി ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന കവിത ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീലിയുടെ ഐനിയ എന്ന് പറയുന്ന ബെയ്ത്ത് നല്ല രസകരമായ ബെയ്ത്താണ്. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതിൽ കുറെ ഹഖായിഖുകളും ഒക്കെ ഉണ്ട്. അതിൽ പിന്നെ പറയാ തലദ്ദൂലിയൽ ആലാമു ഇത് അന്ത മുസ്ഖിമി. ചെറുപ്പക്കാർ കുട്ടികളോട് ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും പറയാലോ. നല്ല നമ്മളൊരു കല്യാണം കഴിക്കണ്ടേ? കഴിച്ചവരാരും ഇപ്പം ഇതിലില്ലല്ലോ. ഇല്ല. അങ്ങനെ കഴിക്കാൻ തീരുമാനിച്ചവരുണ്ടോ? കണ്ടു വെച്ചവരുണ്ടോ? അത് ഒരാൾ കൈ ഉയർത്തി. അപ്പോ അറിയാതെ കൈ ഉയർത്തിയതാണ്. പിന്നെ വേണ്ടിയിരുന്നില്ല അത് മൂപ്പർക്ക് എന്നെ തോന്നിയിരിക്കണ്. സാർ അതല്ലതാണ്. അപകടത്തിലൊന്നും പോകാതിരുന്നാൽ മതി. സ്നേഹമൊക്കെ ഉണ്ടാവണം. അങ്ങനെ കല്യാണമൊക്കെ കഴിക്കണം. അതൊക്കെ അതിന്റെ സമയത്ത് നടക്കണം. അള്ളാഹു നല്ല ഇണകളെ അള്ളാഹു നൽകട്ടെ. അപ്പോഴേ ഇഫത്ത് ഉണ്ടാവുള്ളൂ. ഇഫത്ത് ഉണ്ടാവണമെങ്കിൽ നല്ല വിവാഹമൊക്കെ വേണം. അങ്ങനെ നമുക്ക് ശരിയായൊരു സ്നേഹം ഒരാളോട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രേമിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഭാര്യ നമ്മുടെ നുള്ളിയാലും അതിൽ വേദന ഉണ്ടാവുമോ? ഒന്നുകൂടെ നുള്ളിയെന്നാ തോന്നുക അല്ലേ? ഒന്നുകൂടെ നുള്ളിയ. ഇപ്പൊ അറിയാത്തവരോട് ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ തോന്നുക എന്നിപ്പോ വിചാരിച്ചോളൂ. നിങ്ങൾ ചിലപ്പോ നമ്മളങ്ങാട്ടി കൂടുതൽ അറിയണവരാകും. അത് വേറെ കാര്യം. വാപ്പാട് പറഞ്ഞില്ലേ, വാപ്പ ഇതൊക്കെ ഇടോ, ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇത്ര കുട്ടി. അപ്പൊ പിന്നെ ഇഷ്ക് സ്നേഹം എന്നൊക്കെ പറഞ്ഞ മനുഷ്യ സഹജമാണ്. പക്ഷെ അത് ഷെരീഫായിരിക്കണം. അതെന്താ വരുത്? അല്ലെങ്കിൽ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ശാരീരികമായ അഴുക്കുകൾക്ക് ഉള്ളതല്ല. അതൊക്കെ അതിൻ്റെ അനുബന്ധങ്ങളാണ്. അതൊക്കെ മാനസികമായ ഒരു പൊരുത്തപ്പെടലാണ്. ആ പൊരുത്തപ്പെട്ടാൽ പിന്നെ എവിടെയും ആ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം ഇവിടെയും പ്രകടമാവും. അൻതറത്ത് ബിൻ ഷദ്ദാദിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അൻതറത്ത് ബിൻ ഷദ്ദാദ് റളിയല്ലാഹു അൻഹു അയാൾ ജാഹിലിയാണ്. മറ്റേ ജാഹിലി കവികളിൽപ്പെട്ട ആളാണ്. ഉബുല എന്ന് പറയുന്ന ഒരു സ്ത്രീ പെണ്ണിനെ സ്നേഹിച്ചു. ഉബുല എന്ന് പറഞ്ഞ പെണ്ണ് അയാളുടെ എളാപ്പാടെ മോളാട്ടാണ്. ഇയാൾ കറുത്തിട്ടാ, കാണാൻ ഭംഗിയില്ല. അവർ വലിയ പ്രഭുക്കളും രാജാക്കന്മാരൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ കണ്ടാവും. ഒരു വലിയ കവിയാണ്. ഭയങ്കര രസമുള്ള കവിതകളാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. അയാള് ആ പെണ്ണിനെ സ്നേഹിച്ചു. അപ്പോൾ അവളെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കെട്ടിച്ചു കൊടുക്കില്ല. പിന്നെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല, കുടുംബമല്ലേ. അപ്പൊ കുറെ സാഹസങ്ങൾ, കുറെ യുദ്ധത്തിന് പറഞ്ഞിട്ട് അത് നേടണം ഇത് നേടണം എന്നൊക്കെ പറഞ്ഞ് നിബന്ധനകൾ ഉണ്ടാക്കി അതിനുവേണ്ടി ഒരുപാട് സാഹസം സഹിച്ചു. ഒരുപാട് സാഹസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതിലൊരുപാട് കവിതകൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കവിതയാണല്ലോ, അയാൾ ഇതുപോലൊരു യുദ്ധത്തിന് പോയി. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. അങ്ങനെ അയാൾക്കും നല്ല കിട്ടുന്നുണ്ട്. അപ്പൊ മൂപ്പര് പാടിയതാ അപ്പോൾ ഉബുലയെ ഓർത്തു. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രേമം. ആ സമയത്തും അതിൽ ആനന്ദം കാണും. അതിനാണ് ഞാനത് പറയുന്നത്. അയാൾ പറഞ്ഞു, എന്തു പറഞ്ഞു? വലഖദ് ദക്കർതുകി വരിമാഹു നവാഹിലു മിന്നി വബീലുൽ ഹിന്ദി തഖ്തുറു മിൻ ദമി ഫവദിത്തു തഖ്ബീല അസ്സയൂഫി ലിഅന്നഹാ ബറഖത് കബാരിഖി തഗ്രിഖിൽ മുതബസ്സിമി. വലഖദ് ദക്കർതുകി ഉബുല, നിന്നെ ഞാൻ ഓർത്തു, നിന്നെ ഞാൻ സ്മരിച്ചു. വരിമാഹു നവാഹിലു മിന്നി. വരിമാഹു, റിമാഹുകൾ, റുംഹിന്റെ ജമൽ റിമാഹ്. അത് നവാഹിലു മിന്നി, എന്നിൽ നിന്ന് രക്തം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കുത്തിയിട്ടേ എന്റെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ ഓർത്തു. വബീലുൽ ഹിന്ദി, ഇന്ത്യൻ നിർമ്മിത വാളുകൾ, തഖ്തുറു മിൻ ദമി, എന്റെ രക്തം അതിലൂടെ അങ്ങനെ ഒലിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നിന്നെ ഓർത്തു. ആ സമയത്ത് ഓർത്തപ്പോ ഇനി കാണൂല്ലാച്ചുള്ള ഓർക്കലല്ല, ആനന്ദത്തോടു കൂടുള്ള ഓർക്കലാണ്. അവിടെ വേദനയല്ല, വേദന അനുഭവിക്കുന്നില്ല അയാൾ.
അതാ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഓർക്കും, എങ്ങനെ ഓർക്കുക, ഇനി പോളെ കിട്ടില്ലല്ലോ, ഞാൻ മരിക്കാൻ പോവല്ലേ, അങ്ങനെയല്ല ഓർത്തത്. അയാൾ ഓർത്തത് ആനന്ദത്തോടു കൂടെ ഓർത്തത്. കാരണം പിന്നെ പറയുന്നത് എന്താ, വബീലുൽ ഹിന്ദി തഖ്തുറു മിൻ ദമി. ഇന്ത്യൻ പടവാളുകൾ, ഇന്ത്യന്റെ വാളുകൾക്ക് അന്ന് വലിയ സ്ഥാനാണല്ലോ, ഇന്ത്യൻ നിർമ്മിത വാളുകൾ. മേക്ക് ഇന്ത്യ, മെയ്ഡ് ഇന്ത്യ എന്നാണ് പൊട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ അതിന് വലിയ വിലയായിരുന്നു. വലിയ ഇന്ത്യൻ വാളുകൾ നല്ല ശക്തമാണെന്നാണ് കരുതപ്പെട്ടിരുന്നത്. അത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അതിലൂടെ എൻ്റെ രക്തം ഇങ്ങനെ തെക്കുത്തൂറുമെന്തബി, രക്തം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്, അതിലൂടെ അങ്ങനെ ഒലിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഓർത്തു, അവിടെ കണക്ക്, ആ വാളൊന്ന് ചുംബിക്കാൻ ഞാൻ കൊതിച്ചു എന്ന് അയാൾ പറഞ്ഞത്. ആ വാളൊന്ന് ചുംബിക്കാൻ കൊതിച്ചു. എന്തുകൊണ്ട്? അതിങ്ങനെ ലംഘി കത്തി പ്രകാശിച്ചു. നീ പുഞ്ചിരിക്കുമ്പോൾ നിന്റെ പല്ല് ലംഘുന്നത് പോലെ, ആ ചുവന്ന ചുണ്ടുകൾക്കിടയിൽ ആ വെളുത്ത പല്ലിങ്ങനെ പ്രകാശിക്കുന്നത് പോലെ, ചുടുചോരകൾക്കിടയിൽ ആ വെളുത്ത ആ വാളിങ്ങനെ പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് എൻ്റെ ഹബീബത്തിന്റെ പല്ല് പോലെ തോന്നിയത് കൊണ്ട് ആ വാളൊന്ന് ചുംബിക്കാൻ എനിക്ക് തോന്നി എന്നാ പറഞ്ഞത്. യഥാർത്ഥ സ്നേഹത്തിന്റെ സ്വഭാവം അങ്ങനെയായിരിക്കും. അവിടെ തെലദൂലിയൽ ആലാമു, അതാണ് അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറഞ്ഞത്. വേദനകൾ എനിക്ക് അനുഭൂതികളാണ്, രസമുള്ളതാണ്, മധുരിക്കുന്നതാണ്. കാരണം ഇത് അന്ത മുസ്ലിമി, എന്നെ വേദനിപ്പിക്കുന്നത് ആരല്ലേ? നീയല്ലേ. വേദനിപ്പിക്കുന്നത് ആരല്ലേ? ആ ഒരു വേദന ഉണ്ടെങ്കിലും ആ വേദനയിൽ എന്ത് കാണുന്നു? ഹബീബത്തിന്റെ കൈയല്ലേ എന്നെ തട്ടിയത് എന്ന ആനന്ദം അവൻ കാണുന്നു. ആ നിലക്കുള്ളൊരവസ്ഥയിലേക്ക്, പ്രയാസങ്ങളിൽ പോലും, ഒരു ഭാഗത്ത് വജലുണ്ടാകുമ്പോൾ പോലും ആ വജലിലും തുമഇനീനത്തും മഹബ്ബത്തും സ്നേഹവും ഇഷ്ടവും ഉണ്ടാകുന്ന, ആനന്ദമുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തും. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ ഈമാനിന്റെ മധുരം അറിഞ്ഞു എന്നാ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ വന്നത് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ആള് ഈമാനിന്റെ രുചി അറിഞ്ഞു എന്നാ പറഞ്ഞത്. അത് മഖാമുർ റിള, റിളയുടെ മഖാമിൽ തുഅ്മ് എന്നാ പ്രയോഗിച്ചത്. അത് ചിലപ്പോൾ കയ്പായിരിക്കാം. തുഅ്മ് കയ്പും പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. ഈമാൻ, ഈമാനിന്റെ രുചി, അത് മധുരം തന്നെ അവിടെ ഒന്നുമില്ല. അവിടെ വെറും മഖാമുർ റിളയിലേ അവൻ എത്തിയിട്ടുള്ളൂ. അതൊരു സ്ഥാനം തന്നെയാണ്. നമ്മൾ തൃപ്തിപ്പെടുന്നു, രോഗി തൃപ്തിപ്പെടുന്നത് പോലെ കഷായം കുടിക്കാൻ, ഇല്ലെങ്കിൽ രോഗം മാറില്ല എന്ന് വിചാരിച്ചിട്ടാ. അത് മഖാമുർ റിളയിലേ എത്തിയിട്ടുള്ളൂ. കഷായത്തിന്റെ കയ്പ് അവൻ അറിയും. ആ കയ്പോട് കൂടെ തന്നെ ഇങ്ങനെ തൊള്ളക്കൊന്ന് വിടക്കാക്കിയിട്ടാണെങ്കിലും കുടിക്കും, അല്ലേ? കുടിക്കും. അതാണ്. നേരെ മറിച്ച് മഹബ്ബത്തിന്റെ മഖാമിലെത്തിയാൽ അങ്ങനെയല്ല. അവിടെ തുഅ്മല്ല. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന തുഅ്മൽ ഈമാൻ എന്നല്ല, ഹലാവത്തൽ ഈമാൻ. ആ കയ്പിലും മധുരമാണ് അവൻ അനുഭവിക്കുന്നത്. അങ്ങോട്ടെത്തുന്നാണ് ആ പറഞ്ഞത്. അവിടെ അവൻ നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു വിചാരിച്ചിട്ടല്ല. നിസ്കരിക്കൽ എൻ്റെ റബ്ബിന്റെ മുന്നിലല്ലേ. എൻ്റെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്ന് അവനോട് സംസാരിക്കുന്നത്, തൻ്റെ ഹബീബത്തിന്റെ മുന്നിൽ നിന്ന് മാറാൻ ഇഷ്ടപ്പെടാത്തതുപോലെ തൻ്റെ ഹബീബായ, തൻ്റെ മഹബൂബായ, തൻ്റെ റാസിഖും തൻ്റെ എല്ലാമെല്ലാമായ റബ്ബിന്റെ മുന്നിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും അവന് തോന്നില്ല. അവൻ സ്വർഗം നരകം എന്നൊന്നില്ലെങ്കിൽ പോലും അതവന് പ്രശ്നമല്ല. നരകത്തിൽ എന്നെ ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് വേണ്ടത് ഇദാ സഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനു വകുല്ലു الذي فوق التراب تراب وليتك تحلو والحياة مريرة وليتك ترضى والأنام غضاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب وليت شرابي من ودادك صافيا وشربي من ماء البرد سراب وشربي من ماء എന്തോന്നുണ്ട് അവിടെ? സറാബു ഇദാ സഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനു വകുല്ലു الذي فوق التراب تراب.
നമ്മുടെ തസൗഫിന്റെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന സാധാരണ പറയുന്ന ബെയ്ത്ത. സത്യത്തിൽ ഇത് ആദ്യം സൂഫികൾ പറഞ്ഞതൊന്നല്ല കേട്ടോ. ഇത് ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇത് കാഫൂർ എന്ന് പറയുന്ന ഒരു രാജാവിനോട് അഭിമുഖമായിട്ട് ഒരാൾ ഇങ്ങനെ മസ്കിടാൻ വേണ്ടി പറഞ്ഞ കവിതയാണ്. പിന്നീട് അത് പലരും എടുത്തുദ്ധരിച്ചു. മഹാന്മാർ അത് അള്ളാഹുവിനോട് ഖിതാബായും കൊണ്ട് പറഞ്ഞു. ഇതാ സഹമിങ്കൽ ഉദ്ദു ഫൽകുല്ലു ഹയ്യിനു, നിന്റെ സ്നേഹം ഒരിറ്റ് എനിക്ക് കിട്ടിയാൽ പിന്നെ മറ്റുള്ളതൊന്നും ഒന്നുമല്ല, ഹയ്യിനാണ്, നിഷ്പ്രഭമാണ്. ഈ മണ്ണിന്റെ മുകളിലുള്ളതൊക്കെ മണ്ണല്ലേ, അതിനെന്ത് വില? ഈ ഒരു അവസ്ഥയുടെ ഒരു അംശം നമുക്ക് കിട്ടിയാൽ നമ്മളോട് നിസ്കരിക്കാൻ ആരും പറയേണ്ടതില്ല. നിസ്കാരത്തിൽ നമ്മുടെ ആനന്ദമുണ്ടാകും. നിസ്കാരത്തിൽ നമുക്ക് ആനന്ദമില്ല, നിസ്കരിക്കാൻ സുബഹക്ക് നിസ്കരിക്കാൻ പോവാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിന് ഖലലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ സൂക്ഷിക്കണം. നിസ്കരിക്കാൻ പോവാൻ ഇപ്പോഴും നമ്മളോട് ഒരാൾ പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ഈമാനിന് ഖലലുണ്ട്. ഒരല്പമെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം അവനുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ സമയത്തിന് അവൻ കാത്തിരിക്കും. ഒരു ഇനി അടുത്ത നിസ്കാരം എപ്പോഴാ? അടുത്ത ഫർള് നിസ്കാരം എപ്പോഴാ? റബ്ബിനോടല്ലേ ഖിതാബ്. നമ്മൾ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളാരാ? എത്ര നിസ്സാരന്മാരാണ്, എത്ര തെറ്റ് ചെയ്തവരാ. ഒന്നെടുത്ത് ഒരു ഇനാപത്തോടു കൂടാണ്ട് ചെന്ന് നിന്നാ അള്ളാഹു ഉടനെ മറുപടി, ഹമിദനി അബ്ദി, എന്റെ അബ്ദ് എന്നെ ഹംദ് ചെയ്തിരിക്കുന്നു എന്ന് തിരിച്ചു പറയുന്ന അതൊന്ന് നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കണം. പിന്നെ നിസ്കാരത്തിനൊന്നും, എല്ലാ നിസ്കാരത്തിനും പങ്കെടുക്കണം, നിസ്കാരത്തിന് ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്, സുബഹിക്ക് പങ്കെടുക്കണം, ളുഹറിന് പങ്കെടുക്കണം, അസറിന് പങ്കെടുക്കണം എന്ന് ആരോടും പറയേണ്ടി വരില്ല. അത് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഹതഭാഗ്യനാണ് അവൻ, ഹതഭാഗ്യനാണ് അവൻ. ഈ ദുന്യാവൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? അള്ളാഹുവിനുമായുള്ള ബന്ധത്തിൽ ഒരംശം പോലും അവന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഈ ഫെസ്റ്റുകളും ഒക്കെ നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം അതായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നഫ്സിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ, അതിൻ്റെ മറ്റ് നഹ്വിയായ ചർച്ചകൾ, ലഗവിയായ ചർച്ചകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്തിഖാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയണേ, ഇനിയും കുറേ പറയാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും. എല്ലാം കൂടി ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്നല്ല, ഞാനൊരു സൂചനകൾ നൽകിയെന്ന് മാത്രം. സാധ്യമാവുന്ന വിധത്തിൽ വിശാലമായി പഠിക്കുകയും വിശാലമായി അതിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്ത് നമ്മുടെ കലാവാസന, നമ്മുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതോ നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രധാനമായി നാം നമ്മുടെ ആത്മീയത, ആ തുമഇനീനത്തിലേക്ക് എത്താനുള്ള ശ്രമവും അതിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സഫലമാക്കി തരുമാറാവട്ടെ, അതെല്ലാം ഫലപ്രദമാക്കി തരുമാറാവട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നാളെ മനുഷ്യജാലിക നടക്കുകയാണ്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ജാലിക അവിടെ നടക്കുന്നുണ്ട്. ആ തലവൻ്റെ ജാലിക അപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ആളുകൾ നമ്മെ കാണുന്നത് പണ്ഡിതന്മാരും ഇൽമു പഠിക്കുന്നവരുമായിട്ടാണ്. നാം എപ്പോഴും ആ ഒരു അദബ് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഞാനിപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പരിസരത്തുള്ള മഹല്ലുകളിലൊക്കെ പോയി വിസിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഒക്കെ തന്നെയാണ് അവിടെ ചർച്ച ചെയ്യുന്നതും പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ആ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ മഹത്വവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ നമ്മിലേക്ക് അടുപ്പിക്കുക, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിനെ ഉന്നതിയിലേക്ക് വഴി നടത്തുക, അതുപോലെ തന്നെ അതിലൂടെ അവരിലേക്ക് ദീനീ പ്രബോധനം നടത്താനുള്ള എളുപ്പവഴികൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അവരിവിടെ വരുമ്പോഴും നിങ്ങളെ കാണുമ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ച നിങ്ങളിലും ഉണ്ടാവണം. അതാണ് എനിക്ക് വളരെ വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്. നാം ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമുക്ക് യോജിച്ച ജോലിയൊക്കെ നമുക്ക് ചെയ്യാം, അതല്ല വിഷയം. പക്ഷെ അടിസ്ഥാനമായി ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്നതും നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇൽമു പഠിക്കുന്നവരും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധകരും ആവുന്നവരാണ് എന്ന് കരുതിയിട്ടാണ്. അപ്പം അവർക്കുണ്ടാവേണ്ടുന്ന ഒരു അദബും ചിട്ടയും മര്യാദയും ഒരു സ്വഭാവം ഒരു കോലം ഒക്കെ ഉണ്ട്. അത് ജനങ്ങളുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ച് ആയിരിക്കണം എപ്പോഴും അവരുടെ മുന്നിൽ നാം ഉണ്ടാവേണ്ടത്. അത് അവരെ കാണിക്കാൻ വേണ്ടിയല്ല, ഈ ഒരു സ്ഥാനത്തിൻ്റെ മഹത്വം നിലനിർത്താൻ വേണ്ടിയാണ്. അത് നമ്മുടെ നിലനിൽപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ പുരോഗതിക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ്.
അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യജാലികയിലാവട്ടെ, ഇനി തലബയുടെ ജാലികയിലാവട്ടെ, അല്ലാതെ നിങ്ങൾ അങ്ങാടിയിൽ പോകുമ്പോഴൊക്കെ ആവട്ടെ, ഇൽമിൻ്റെ അഹ്ലുകാരാണ് എന്ന ബോധത്തോടു കൂടെയുള്ള ഒരു സമീപനം എപ്പോഴും, ആ ഒരു അദബും ചിട്ടയും ഒക്കെ ഉണ്ടാവൽ ആവശ്യമാണ്. അപ്പോഴാണ് ഞാനിവിടെ പോയി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫലപ്പെടുത്താനൊക്കെ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിച്ച, അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ഇൽമിൻ്റെ ഖാദിമീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അതിൻ്റെ ബന്ധത്തിലായി ജീവിച്ച് ആ മഹാന്മാരുടെ കൂടെ അവരുടെ മഅയ്യത്തിലായി മരണപ്പെട്ട് അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.